ദൈവത്തിന്റെ അതിപരിശ്രമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ ഇന്ന് ദൈവം നമുക്കായി ദാനം തന്ന ആ ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കേട്ട ദൈവത്തിന്റെ വചനങ്ങളെ, സാക്ഷ്യങ്ങളെ, സ്തോത്രം, ദൈവം ചെയ്ത ഉപകാരങ്ങളെ, ഒരു അനുഗ്രഹപ്പെട്ട അനേകം ദൈവം ചെയ്ത അത്ഭുതങ്ങളെ നമ്മൾ കേട്ടു, ഇല്ലയോ? അപ്പോഴ് ഇന്ന് പകൽ നമ്മൾ അതിനാൽ തൃപ്തിപ്പെട്ട് ബലപ്പെട്ട് നിൽക്കുക. ഇനി ദൈവത്തിന് എന്ത് ചെയ്യണോ? പ്രാപിച്ചോ. സ്തോത്രം. ദൈവത്തിന് പ്രാപിക്കുന്ന ഒരു പകല, ഇനി നിമിഷങ്ങളെല്ലാം പ്രാപിക്കുന്ന നിമിഷങ്ങളാ. ഇന്ന് പകൽ എൻ്റെ കർത്താവ് എൻ്റെ വിഷയങ്ങൾക്ക് മറുപടി തരും. ഞാൻ അനുഭവിക്കുന്ന പ്രതികൂലത്തിനകത്ത് എൻ്റെ ദൈവം വിടുതൽ നൽകും. കർത്താവ് എന്ത് പറയുന്നേ? എൻ്റെ മക്കളെ, നിങ്ങളെ കയറി വാ, ഏത് പ്രതികൂലമായിട്ട് കയറി വാ, എൻ്റെ മേലിലേക്ക് എന്താ, ഞാൻ അതിന് ചുമന്നോളാം, ഞാൻ ചുമന്നോളാം. നിങ്ങൾ ചുമക്കണ്ട. നിങ്ങളെ പ്രതികൂലത്തെ എല്ലാം ആരുടെയെല്ലാം കൊടുത്താൽ മതി. നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഫ്രീ ആയിട്ടിരുന്നോ? ദൈവത്തെ അങ്ങ് ആരാധിച്ചാൽ മതി. ആര് വിടുതൽ നൽകും? കർത്താവ് നൽകും. കാര്യം എന്തുവാ? ഞാൻ കയറി വന്നപ്പോഴേ എന്റെ പ്രതികൂലം എല്ലാം ആരുടെ അടുത്തോട്ട് കൊടുത്തു? കർത്താവിന്റെ അടുത്ത് കൊടുത്തു. ഞാൻ ഫ്രീ ആയി, ഞാൻ ആരാധിച്ചു. ഫ്രീ ആയിട്ട് നോക്കുമ്പോൾ എനിക്ക് സന്തോഷം വരും, എനിക്ക് ആരാധിക്കാൻ തോന്നും, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും. ആ മഹത്വം ദൈവത്തെ സ്തുതിച്ചു വരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? എന്റെ ഭാരത്തെ പൂർണ്ണമായി മാറ്റി എന്നെ എന്ത് ചെയ്യും? ദൈവം വിടുവിക്കും. അപ്പൊ ദൈവത്തിന് കഴിയാത്ത ഒരു വിഷയവും നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ അനുഭവിക്കുന്ന വിഷയം ഒന്നും ദൈവത്തിന് കഴിയാത്ത കാര്യമേ അല്ല. ദൈവത്തിനല്ല എന്ത് ചെയ്യണം മതി? ഒരു ഒറ്റ നിമിഷം മതി എല്ലാം കർത്താവിൽ ചെയ്യാൻ. സ്തോത്രം. ഞാൻ ഓർക്കുക, എല്ലാ ദൈവമക്കൾക്കും കർത്താവ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ദൈവമക്കൾക്കും കർത്താവ് ഒരവസരം കൊടുക്കും. ആരെടുത്ത് വരാൻ? കർത്താവിന്റെ അടുത്ത് വരാൻ. ഒരവസരവും എല്ലാവരും പറയുന്നു, ഒരവസരമല്ല, 1000 അവസരങ്ങളുണ്ട്. 1000 അവസരങ്ങള് ദൈവസേനയിൽ വരാൻ ദൈവമക്കൾക്ക് ദൈവം കൊടുക്കും. ആ അവസരത്തെ മനസ്സിലാക്കിയിട്ട് ആ അവസരത്തിന് കീഴ്പ്പെട്ട് ആ അവസരത്തെ ഏറ്റെടുക്കുന്നവനാ ഭാഗ്യവാൻ. ഏറ്റെടുക്കുന്നവനാ ഭാഗ്യം. നമുക്കൊരടി തരും, അല്ലെങ്കിൽ റൂട്ട് മാറ്റി വിടും. 1, 2, 3 കർത്താവ് അത്ഭുതങ്ങൾ ഇങ്ങനെ കാണിക്കുന്ന അനുസരിച്ച് നമ്മൾ ആരടുത്ത് വരണം? ദൈവത്തിന്റെ അടുത്ത് വരണം. ദൈവത്തിന്റെ അടുത്ത് എന്നിട്ടും വരാതെ നമ്മൾ മാറി ഇരുന്നാൽ കർത്താവിനെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചേർക്കാൻ പറ്റത്തില്ല. കർത്താവിനെ നമ്മളെ അടുപ്പിക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയ, ദൈവത്തെ അറിയാതെ മാറ്റപ്പെട്ടു പോയ എല്ലാ വ്യക്തികളും ദൈവത്തെ അറിഞ്ഞു. ദൈവത്തെ അറിയാൻ അവസരം ഇല്ലാതിരുന്നിട്ടില്ല. അവരെല്ലാം ആരെ അറിഞ്ഞിട്ടുണ്ട്? ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട്. അവർക്കറിയാം ഇതാ സത്യമെന്ന് അറിയാം. എന്നിട്ടും അവർ ദൈവത്തിൻ്റെയുള്ള അനുഗ്രഹങ്ങളെ പ്രാപിച്ചിട്ട് ദൈവത്തെ മറുത്ത് ജീവിച്ചിട്ട് പോയതാണ്. അവർക്ക് ഇനി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തെ അറിയാൻ പറ്റത്തില്ല. ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ ആരെ അറിയാൻ പറ്റത്തുള്ളൂ? ദൈവത്തെ അറിയാൻ പറ്റും. ജീവനോടിരിക്കുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ. ജീവിച്ചു കഴിഞ്ഞ് ലോകത്തൊന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അറിയാൻ പറ്റില്ല. ഒരു ചാൻസും ഇല്ല പിന്നെ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വേദനപ്പെട്ട, എന്നെ ഒരുപാട് പ്രയാസപ്പെടുത്തിയ ചില ദിവസമായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ്, സ്തോത്രം, ഈ കഴിഞ്ഞ ഇന്നലെ ശനിയാഴ്ച വരെ എനിക്കത് ഭയങ്കര വേദനയായിരുന്നു. ഇതുവരെ എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. സ്തോത്രം, പോയിട്ടില്ല. ഞാൻ എന്റെ ഒരു സ്തോത്രം, സ്വന്തം എന്റെ രക്തത്തെ പോലെ, എന്റെ അനിയനെ പോലെ ഞാൻ സ്നേഹിച്ചുകൊണ്ടിരുന്ന, സ്തോത്രം, ഒരു വ്യക്തിയുടെ വേർപാടിൽ എനിക്ക് ഒരുപാട് ദുഃഖമുണ്ട്. നമ്മുടെ സഭയ്ക്കകത്ത് വന്നിട്ടുണ്ട്, ഹരി എന്ന് പറഞ്ഞൊരു പയ്യൻ വന്നിട്ടുണ്ട്. സ്തോത്രം. ഈ സഭയുടെ അകത്ത്, സ്തോത്രം, CPM പാർട്ടിക്കകത്ത് നല്ലൊരു ലീഡർഷിപ്പിൽ നിൽക്കുന്നവനാണ്. അത് മാത്രമല്ല, ഈ സഭയ്ക്കകത്തുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ ചാടി വീണിരിക്കും. ആ വിഷയം നമുക്കത് ക്ലിയർ ആക്കി തരും. സ്തോത്രം. ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ സഭയുടെ നിയമപരമായുള്ള ചില വിഷയത്തിനകത്തെല്ലാം അവനാ മുന്നിൽ വന്നത്. ഒരു രൂപ പോലും പ്രതീക്ഷിക്കാതെ സ്വന്തം ജ്യേഷ്ഠൻ എന്നുള്ള രീതിയിൽ അതേ സ്നേഹത്തോട് തിരിച്ച് സ്നേഹിക്കുന്ന ഒരു പൈതല. 40-41 വയസ്സേ ഉള്ളൂ. ഇന്നലെ അവൻ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ അവൻ ലോകത്തുനിന്ന് മാറ്റം. സ്തോത്രം. കഴിഞ്ഞ ക്രിസ്മസ് 25-ാം തീയതി അവൻ എന്നെ അവന്റെ വീട്ടിൽ വിളിച്ചു. സമ്പത്ത് ഒരുപാടുള്ള ഭവനത്തിലെ സമ്പത്ത് ഒരുപാടുണ്ട്, നല്ലൊരു വീടുണ്ട്. അത് മാത്രമല്ല, സ്തോത്രം, ഇന്ന് റോഡ് സൈഡിൽ തന്നെ അടുത്ത വീട് പണിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു മോനെ പൈസകളും സമ്പത്തെല്ലാം ഒരുപാടുണ്ട്. അവൻ കഴിഞ്ഞ ക്രിസ്മസിന് എന്നെ വിളിച്ചിട്ടുണ്ട്, ആ വീടിനകത്ത് അന്നകത്ത് വരണം, അതും വന്ന് നോക്കണം, വന്നൊന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്രിസ്മസിന് ചെന്നു.
കുറച്ചെല്ലാം കണ്ടിട്ടെല്ലാം ഞാൻ വന്നിട്ട് ഇവന്റെ ചില സ്വഭാവം കണ്ടിട്ട് ഞാൻ പറഞ്ഞു, നീ എന്നെ വിളിക്കല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ഇവൻ വിളിച്ചാലും വിളിക്കത്തില്ലെന്ന് ഇറങ്ങിപ്പോയത്. അത് കഴിഞ്ഞിട്ട് അവൻ കുറച്ച് ദിവസം കൊണ്ട് എന്നെ തീർത്ത് വിളിക്കുന്നുണ്ട്. ഞാൻ ഫോൺ എടുത്തില്ല, സംസാരിച്ചില്ല. പക്ഷെ ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ എത്തി. ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചു. പ്രൈസലോ. കാര്യം ഞാൻ എടുക്കാത്ത എന്താന്ന് പറഞ്ഞാൽ, ഇവൻ എന്നോട് എപ്പോഴും പ്രാർത്ഥന പോയി പ്രാർത്ഥിക്കും. ഇവനെ ഓരോ ശരീരത്തെ അസ്വസ്ഥ വരുമ്പോഴും എന്നെ വിളിക്കും. എനിക്ക് പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. കാര്യം വേറെ ഒന്നുമില്ല, 10-41 വയസ്സായുള്ളൂ. മദ്യപാനമാണ് അവന്റെ ദുശീലമില്ല. അത് ഈ പാർട്ടി നിൽക്കുന്നതുകൊണ്ട് ഓരോരുത്തർ ഓരോ കാര്യം സാധിക്കാൻ വേണ്ടി കൊണ്ടുപോവുക. പിന്നെ അങ്ങ് സൽക്കരിച്ച് വിടുക. സൽക്കരിച്ച് ചെറുക്കൻ 10-41 വയസ്സായപ്പോഴേ എല്ലാം പോയി. കരട് വരെ കയറി പോയതാണ്. അപ്പോഴും അവനെ പ്രാർത്ഥിച്ചു, അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവന് വിശ്വാസമുണ്ട് യേശു ക്രിസ്തു വിടുവിക്കും. അവൻ ആ വിശ്വാസത്തിനകത്ത് പ്രാർത്ഥിച്ചു, അവന് ഉറപ്പുണ്ട്. അതുകൊണ്ട് അവനെ എന്ത് സ്തോത്രം നമ്മൾ പറഞ്ഞാലും അവൻ കേൾക്കും, മിണ്ടാതിരിക്കും. പക്ഷെ ഇതിൽ അവൻ എന്ത് ചെയ്യത്തില്ല, പുറത്തു പോകാൻ പറ്റുന്നില്ല. മദ്യപാനത്തിൽ നിന്ന് പുറത്തു പോകാൻ പറ്റും. കഴിഞ്ഞ ദിവസവും അവന്റെ ശാരീരിക അസ്വസ്ഥത ഉള്ളപ്പോഴെല്ലാം അവൻ വിളിക്കുമ്പോഴെല്ലാം അവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. അവനെല്ലാം അസുഖം റെഡിയായത്, സുഖമായത്. അകത്ത് മഞ്ഞപ്പിത്തം വരെ ഉണ്ടായിരുന്ന അതുവരെ മാറി, എല്ലാം ഓക്കെയായി. എല്ലാം ഓക്കെയായെന്ന് പറഞ്ഞാൽ പിന്നെ തുടങ്ങി സ്തോത്രം. അപ്പൊ ഞാൻ ഓർക്കുക, ദൈവം ഒരു മനുഷ്യന് ഒരുപാട് അവസരം കൊടുക്കും. അവൻ ബൈബിൾ വായിക്കും. അവൻ ബൈബിൾ വായിച്ചിട്ട് അവൻ ഓരോന്നും എൻ്റെ അടുത്ത് വിളിച്ചു ചോദിക്കാറുണ്ട്, ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്. അറിയാത്ത ആളല്ല, ഒരുപാട് വട്ടം നമ്മൾ അവന് വേണ്ടി നിന്നിട്ടുണ്ട്. അവസാനം ക്രിസ്മസിന്റെ ആ ദിവസമായപ്പോഴാണ് ഇവന്റെ ചില ചോദ്യങ്ങളും ഇവന്റെ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നീ മേലെ എന്നെ സ്തോത്രം. നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഇതാ ഈ ജീവിതം വേറെ രീതി. ഇനി എന്നെ വിളിക്കല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയത്, വിഷമിച്ചിറങ്ങിപ്പോയത്. പക്ഷെ ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവസരമെല്ലാം ദൈവം കൊടുക്കും. ആ അവസരത്തെ മുതലാക്കുന്നവന് ഭാഗ്യമാണ്. മനസ്സിലാക്കിക്കോണം. നമ്മളെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമുക്ക് അവസരങ്ങൾ തരും. നമ്മൾ എത്ര വട്ടം ദൈവത്തോട് മറുതല പറഞ്ഞു, ദൈവത്തോട് പുറകെടുത്തു, ദൈവത്തോട് മാറി നിന്നു. എന്നിട്ടും ദൈവം നമ്മളെ സ്നേഹിച്ചിരിക്കും, ദൈവം നമ്മളെ കരുതിയിരിക്കും. സ്തോത്രം. ഓരോ ദിവസവും അവന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യുമ്പോഴും അവൻ മനസ്സിലാക്കണം, സ്തോത്രം, ഇനിയും ഞാൻ ദൈവത്തോട് അടുക്കണം, ഇനി ഞാൻ ജീവിക്കണം. പറയും, അയ്യോ ഞാൻ ഇനിയും വരുന്നുണ്ടാകട്ടെ, ഞാൻ ഇനി നിങ്ങളെ സഭയെ വരുവാ, നിങ്ങളെ സഭയ്ക്കകത്ത് വന്നിരിക്കുവോ, ഇനി ഞാൻ എങ്ങും പോകത്തില്ലെന്നാ, ഞാൻ എന്റെ വൈഫിനോട് കൊണ്ടുവരാൻ പോവുക എന്നെല്ലാം പറയും. പക്ഷെ അവൻ കറക്റ്റ് സമയമാകുമ്പോൾ എന്ത് ചെയ്യും? അവൻ വരത്തില്ല. അവനോട് സുവിശേഷം അറിയിക്കേണ്ടതെല്ലാം അറിയിച്ചിട്ടുണ്ട്, അവൻ വായിക്കേണ്ടത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്ഥിരം ഇരുന്ന് കാണാറുണ്ട്, ഇതെല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ അവൻ ആ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യുന്നില്ല, അവനെ വിട്ടുകൊടുത്ത് മാറുന്നില്ല. സ്തോത്രം. നല്ല ജോലിയുണ്ട്. ഞാനിപ്പോ ഓർക്ക് ഇതെല്ലാം ഉണ്ടായിട്ട് അനുഭവിക്കാൻ പറ്റിയോ? ആ വീടിന്റെ ബാലകാശൊന്നും നടന്നില്ല. നിങ്ങൾ പോകുന്ന റൂട്ടിൽ തന്നെ, പുത്തൂർ റൂട്ടിലോട്ട് പോകുന്നിടത്ത വീട്, അതിന്റെ ഒരു ബാലകാശൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. ഇനി ലാസ്റ്റ് ഫിനിഷിംഗ് പണി നടക്കുമോ, അതുപോലും അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അനുഭവിക്കാൻ പറ്റി. അപ്പൊ ഇതെല്ലാം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഒരു മനുഷ്യന്റെ അവസ്ഥ ഇത്രയുള്ളൂ. ദൈവം തരുന്ന അവസ്ഥയ്ക്ക് ആരോട് ചേർന്നോണം? ദൈവത്തോട് ചേർന്നോ. എത്ര നാളെന്നല്ല, ചേർന്നോണം, ചേർന്ന് നിന്നോണം. ദൈവം പറയുന്ന പ്രകാരം പൊക്കോണം. ആങ്കിൽ ആ ദൈവത്തിന്റെ അനുഗ്രഹവും മഹത്വം ആർക്ക് പ്രാപിക്കാം? അവന് പ്രാപിക്കാം. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും പ്രാപിക്കാൻ പറ്റും. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ കർത്താവ് പറയുന്നു, സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായത്തിനകത്തേക്ക് വരുമ്പോൾ കർത്താവ് പറയുക, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴി നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധാരിക്കുന്നവൻ ഭാഗ്യവാൻ. ആദ്യം എന്ത് ചെയ്യണം? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാം. ഒരു ദൈവബദലായി കഴിഞ്ഞാൽ അവന്റെ ആലോചന പിന്നെ ആരോടാ? ആരോടാ? ദൈവത്തോട്. അടുത്തത് പറയുക, പാവിയുടെ വഴിയിൽ എന്തില്ല, പാവിയുമായിട്ട് പിന്നെന്തില്ല, ബന്ധമില്ല എന്ന് പറഞ്ഞാൽ പാവിയായിട്ടുള്ളവനുമായിട്ട് നീ എന്റെ അടുത്ത് പിന്നെന്നൊന്നും അല്ല പറയുന്നത്. അവനുമായിട്ട് അവൻ പോകുന്ന റൂട്ടിനകത്തൊന്നും ആരും പോകല്ലേ, ദൈവമക്കൾ പോകല്ലേ. സഹകരിക്കുന്നത് കുറയ്ക്കുക. അവരുമായിട്ട് ബന്ധമെല്ലാം വേണം, അവനോട്ട് സ്നേഹം വേണം. എങ്കിലേ അവനെ ആരെ അറിയത്തുള്ളൂ, ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കത്തുള്ളൂ. പക്ഷേ അവൻ പറയുന്ന പാതയിൽ പോകാനോ അവന്റെ ചിന്തയ്ക്കകത്ത് ജീവിക്കാനോ എന്ത് ചെയ്യില്ലേ, നിൽക്കരുത്. ആരുടെ ചിന്തയിൽ നിൽക്കണം?
എന്നിട്ട് അടുത്ത പറയുക, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ നീയല്ലേ ഇരിക്കരുത്. ഓർക്കണം, പാപിയുടെ വഴി നിൽക്കരുത്, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ദുഷിക്കുന്നവന്റെ മേൽ, സ്വയം അഹങ്കരിക്കുന്നവനോട് ഒരു സഹവാസവും ഉണ്ടാവും, ഒരു സഹവാസവും ഉണ്ടാവും. ദുഷ്ടന്മാരുടെ ആലോചന നീ ചോദിക്കാൻ പോവല്ലേ. ലോകപരമായി ജീവിക്കുന്നവന്റെ ആലോചന ചോദിക്കല്ലേ. ലോകപരമായി ജീവിക്കുന്നവന്റെ ആലോചനയല്ല നിന്റെ മേൽ നിവർത്തിയാവുന്നത്. നിന്റെ മേൽ നിവർത്തിയാവുന്നത് നസ്രനായ യേശുവിന്റെ ആലോചനയാണ്. നിന്നെ വീണ്ടെടുത്ത, നിന്റെ പാപത്തിൽ നിന്നെ കഴുകി നിന്നെ വീണ്ടെടുത്ത, സ്വർഗ്ഗ പദവിയിലേക്ക് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി നിന്നെ കൊണ്ടുവന്ന യേശുവിന്റെ ആലോചനയെ ആര് ചോദിക്കാവൂ? ദൈവമക്കൾ ചോദിക്കാവൂ, ദൈവമക്കൾ ചോദിക്കാവൂ. അടുത്തത് പറയുക, അടുത്ത വാക്യം പറയുക, യഹോവയുടെ ന്യായപ്രമാണം രാപ്പൽ ധാരിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പൊ ആരെയാ ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത്? എനിക്ക് കുറെ ബന്ധങ്ങളുണ്ട്, എനിക്ക് കുറെ സുഹൃത്തുക്കളുണ്ട്, എനിക്ക് കുറെ സ്തോത്രം പണമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സ്വാധീനമുണ്ട്. അതിനെയൊന്നും അല്ല ആർക്ക് വേണ്ടത്. ആർക്ക് വേണ്ട എന്തുവാ? കർത്താവിന് എന്തുവാ വേണ്ടേ? ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ദൈവത്തിന്റെ വചനത്തെ രാപ്പകൽ ധ്യാനിച്ച് ആ വചനപ്രകാരം മാറുന്നവനെയാണ് ആർക്ക് വേണ്ടത്? വലിയ വലിയ പൊരുള ആദ്യമേ വെളിപ്പെടുത്തി തന്നേക്കുന്ന, ആദ്യമേ വെളിപ്പെടുത്തിയ പൊരുള്, ദൈവമക്കളെ കുറിച്ച് വെളിപ്പെടുത്തി തന്ന പൊരുള് വലുതാണ്. അടുത്തത് 23 സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. ദൈവം എന്റെ ഇടയനാണെങ്കിൽ എനിക്ക് വല്ലതിനും മുട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് മുട്ടുണ്ടല്ലോ, നമുക്ക് മുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടല്ലോ. കാര്യം എന്താ? ഇന്ന് രാവിലെ കേട്ട ദൈവത്തിന്റെ വചനത്തിനകത്ത് പറയുന്നു, സങ്കീർത്തന പുസ്തകത്തിനകത്ത് പറയുന്നു, എന്ന് പറയുന്നു, നിന്റെ ഭാരങ്ങളെ യഹോവയിലേക്ക് ഏൽപ്പിക്കും. ഭാരം നിങ്ങൾക്കുണ്ട്. പുതിയ നിയമ പുസ്തകത്തിനകത്ത് കർത്താവ് പറയുന്നു, കഷ്ടമുണ്ട്, നീ എന്റെ ക്രൂശ് എടുത്ത് ഇറങ്ങുന്നത് കഷ്ടമുണ്ട്, പക്ഷെ ഞാൻ കഷ്ടത്തെ ജയിച്ചവൻ. അതുകൊണ്ട് നീതി കഷ്ടത്തെ ജയിക്കും, കഷ്ടത്തെ തോക്കത്തില്ല. അപ്പൊ നമുക്കെല്ലാം എന്തുണ്ട്? ഈ ലോകത്തിൽ ജീവിക്കുമ്പോ കഷ്ടമുണ്ട്. കർത്താവ് പറയുക, എന്റെ ക്രൂശ് എടുത്ത് നീ വരണം. അല്ല, ക്രൂശി കളഞ്ഞിട്ട് വരാനല്ല പറഞ്ഞേ, ക്രൂശി ചുമന്നുകൊണ്ട് വരണം. ക്രൂശി ചുമന്നുകൊണ്ട് പോകും, പക്ഷേ നിന്റെ എല്ലാ കഷ്ടത്തിനകത്തും നീ ജയിക്കും. കാര്യം എന്തുവാ? ഞാൻ അതിനെ ജയിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ ജയിക്കും. അപ്പൊ കഷ്ടം മാത്രമാണോ? നന്മയുണ്ട്, അനുഗ്രഹമുണ്ട്, വിടുതലുമുണ്ട്, അത്ഭുതമുണ്ട്. ദൈവം എല്ലാ അനുഗ്രഹവും നന്മയും വിടുതലുകളും അത്ഭുതങ്ങളും നമുക്ക് വെച്ചിട്ടുണ്ട്. ഏത് പ്രതികൂലം വരുമ്പോഴും നമ്മൾ ആരെടുത്തോട്ട് കൊടുക്കുക? കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മളെ പ്രാർത്ഥിക്കുക. അയ്യോ, എന്റെ കർത്താവ് എന്തിനാ എന്നെ വെറുത്തത്? എന്റെ കർത്താവ് എന്തിനാ എന്നെ കൈവിട്ടത്? കർത്താവ് എന്തു അപ്പച്ച ഇതെല്ലാം കാണുന്നില്ലയോ അപ്പച്ച എന്നല്ല ചോദിക്കേണ്ടത്. ഞാൻ ഉൾപ്പെടെ ചോദിക്കുന്ന ചോദ്യം ഇതെല്ലാം. ചില പ്രതികൂലം കയറി വരുമ്പോ പറയും, കർത്താവ് ഇതൊന്നും കാണുന്നില്ലയോ? എന്നെ ഞാൻ കൈവിട്ടോ? ഈ ഭൂമിയുടെ അറ്റത്തിരുന്നുണ്ട് ഞാൻ വിളിച്ചപേക്ഷിച്ചിട്ട് കേൾക്കുന്നില്ലയോ എന്നല്ല പലപ്പോഴും ചോദിക്കും. പക്ഷേ അതൊരു ദൈവപൈതൽ എന്ത് ചെയ്യല്ലേ? ചോദിക്കാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. അതുകൊണ്ടായിരുന്നു മുൻകൂട്ടി തന്നേക്കുന്ന വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ, രാപ്പകൽ ഈ വചനവുമായിട്ട് ആഴമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പ്രതികൂലം വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ ഈ വചനം എടുത്ത് അങ്ങോട്ട് അമ്മ വായിച്ചിട്ട് അതിനെ ബലപ്പെട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നവനെ ആരനുഗ്രഹിക്കും? ദൈവം അനുഗ്രഹിക്കും, ദൈവം അനുഗ്രഹിക്കും, ദൈവം അനുഗ്രഹിക്കും. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഇപ്പൊ മുരളിച്ചേട്ടന്റെ സാക്ഷ്യം പറഞ്ഞു, മളാമണിയാര് പറഞ്ഞു, ഞായറാഴ്ച വരാൻ ബുദ്ധിമുട്ടുണ്ട്. ദൈവം കൊണ്ടുവരേണ്ടതായതുകൊണ്ട്, ദൈവത്തിന് ഇഷ്ടമുള്ളത് കൊണ്ട് ആര് കടന്നു വരുന്നത്? കാര്യം എന്തുവാ? ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, എല്ലാവരും വരാനല്ല, ദൈവം അയച്ചവരെ കൊണ്ടുവരാൻ, ദൈവത്താൽ ഉള്ളവരെ കൊണ്ടുവരാൻ. എങ്കിലും ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തും. അതുകൊണ്ടാണ് പറയുന്നത്, വേറെ ആരോടും ദേഷ്യം ഉണ്ടാക്കുന്നത്. ദൈവം കൊണ്ടുവരാൻ എന്ന് പറയുന്നത് എന്തുവാ? ഓരോ ദിവസവും നമ്മൾ വരുന്നത് ആരുടെ കൃപ ഉണ്ടാകും? ദൈവത്തിന്റെ കൃപയെ. ഞാനൊരു ഉദാഹരണം പറയാം. ഈ ഞായറാഴ്ച ഇവിടം വരെ അവർ അത്രയും കിലോമീറ്റർ ഓടിച്ച് ഇവിടെ വന്നിട്ട് അവർ തിരിച്ചു പോകും. തിങ്കളാഴ്ച അതേപോലെ ഒന്ന് വന്നിട്ട് പോവാം. ഞാനൊരു ഉദാഹരണം പറയൂ. ഞായറാഴ്ച വന്നിട്ട് നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് അടുത്ത തിങ്കളാഴ്ച മുതൽ ജോലിക്ക് പോകുന്നതിനൊന്നും ഒരു പ്രശ്നവും. തിങ്കളാഴ്ച ദിവസം നിങ്ങൾ ഇതേപോലെ ഒന്ന് വന്നിട്ട് പോകും. കൊട്ടാരക്കര വരെ ഞാൻ ഒന്ന് കണ്ടിട്ട് വരട്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഉറപ്പായിട്ട് 2 ദിവസം കിടപ്പാണ്. പറയും, ഇന്നേ കൊണ്ട് പട്ടത്തിൽ ഇത്രയും ദൂരം ഒന്ന് പോയിട്ട് വരാം. ഇത്രയും ദൂരത്തിന്റെ ഒന്നും അറിയാതെ വരുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് വരുന്നത്? ദൈവമക്കളെ,
ഈ ആഴ്ച ആരാധന തീരുന്ന ഈ ആഴ്ചയുടെ 12 മണി ഇവിടുത്തെ ആരാധന തീരുമ്പോൾ മുതൽ പ്രാർത്ഥന തുടങ്ങും. അടുത്ത ഞായറാഴ്ചയ്ക്ക് വേണ്ടി വരുന്നു. കണ്ണുനീര് വേണ്ടി പാച്ചുകൊണ്ടിരിക്കുക. ഇവിടെ വന്നിരിക്കുന്ന ഓരോ ദൈവമക്കളെ യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പാച്ചുകൊണ്ടിരിക്കുക. അടുത്ത ഞായറാഴ്ച വന്ന് അതിലും വലിയ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടേ പോവും. അപ്രകാരം ഒരു പ്രാർത്ഥന വലയത്തിനകത്ത് നിവേദനം നൽകുന്നത്. അവരെ തൊടാൻ ആരും സമ്മതിക്കത്തില്ല. കർത്താവ് സമ്മതിക്കത്തില്ല. കർത്താവ് അറിയാതെ ഒരു ശത്രുവിന്റെ പ്രാണികളോ പദ്ധതിയോ നിന്നെ തൊടുവാൻ കഴിയത്തില്ലെന്ന് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു. അവൻ ചില പ്രാണികളെ കൊണ്ടുവരും. അതിന്റെ ചില സൈഡ് എഫക്റ്റ് ആയിട്ട് പോത്തേ ഉള്ളൂ. അതിനവന് ജയിക്കാൻ പറ്റത്തില്ല. കാര്യം എന്തുവാ? ദൈവം തെരഞ്ഞെടുത്ത ദൈവജനമാ. ദൈവത്തിന് ആവശ്യമുള്ള ദൈവജനമാ. ദൈവത്തിന് ആവശ്യമുള്ള ദൈവജനമാ. ഇന്ന് പകല് പറ, ഞാൻ ദൈവത്തിന് ആവശ്യമുള്ള ദൈവജനമാ. എന്റെ കുടുംബം ദൈവത്തിന് ആവശ്യമുള്ള, എന്റെ തലമുറ ദൈവത്തിന് ആവശ്യമുണ്ട്, എന്റെ ഭവനത്തെ ദൈവത്തിന് ആവശ്യമുണ്ട്, എന്റെ യേശുവിന് എന്നെ ആവശ്യമുണ്ട്. എന്നെ തെരഞ്ഞെടുത്ത എന്റെ യേശുവിനാ എങ്കിൽ ഞാൻ അനുഗ്രഹപ്പെടുന്ന ദേശത്താണ്. ആമേൻ. സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് എന്നെ ക്ഷീണിപ്പിക്കാൻ കൊണ്ടുവരുന്ന, ഇടയ്ക്കിടയ്ക്ക് എന്നെ തളർത്താൻ കൊണ്ടുവരുന്ന ശത്രുവായ പിശാച് നിന്റെ പ്ലാൻ എന്റെ കുടുംബത്തിനകത്ത് ജയിക്കത്തില്ല. നിന്റെ പ്ലാനും പദ്ധതി എന്റെ കുടുംബത്തിനകത്ത് ജയിക്കത്തില്ല. കാര്യം ഞാൻ യേശുവിന് ആവശ്യമുള്ള വ്യക്തിയാ. ഞാൻ യേശുവിന് ആവശ്യമുള്ള വ്യക്തിയാ. ഞാൻ ഓരോ ദിവസവും ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ ദൈവത്തിന് ആവശ്യമുള്ളവനാ. ഈ ഒറ്റ ഉറപ്പ് മതി ദൈവമക്കളെ. നമ്മളെ പ്രതികൂലത്തെ നമ്മൾ ജയിക്കും. പ്രതികൂലം വരുമ്പോഴും പ്രയാസം വരുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. അങ്ങോട്ട് കുത്തിയിരുന്ന് അങ്ങോട്ട് ദൈവസ്ഥാനിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ പ്രതികൂലവും ഈ പ്രയാസത്തിനകത്തും ഞാൻ ക്ഷീണിച്ചു പോകാൻ ദൈവം അനുവദിക്കരുത്. കാര്യം എന്തുവാ? ഞാൻ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാ. ഞാൻ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭാരപ്പെടണോ? ഭാരപ്പെടണോ? ഇല്ല. ദൈവത്തിന് ഞാൻ പ്രാധാന്യപ്പെട്ടവനാ എന്ന് ഞാൻ മനസ്സിലാക്കിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യത്തില്ല? പതറിപ്പോത്തില്ല, ഭയപ്പെടത്തില്ല. ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നത് ഭയത്തെ മാറ്റുന്നതാ, ധൈര്യം ഉറപ്പും പകരുന്നതാ, അനുഗ്രഹങ്ങളെ പകരുന്നതാ ദൈവത്തിന്റെ ആത്മാവ്. അവിടെ ഞാൻ എന്ത് ചെയ്യത്തില്ല? ഭയപ്പെടത്തില്ല. ഒരാൾ ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ ഞാൻ ഭയപ്പെടത്തില്ല. അയ്യോ എന്തായെന്ന് പറഞ്ഞാൽ ഞാൻ ഭയപ്പെടത്തില്ല. കാര്യം അപ്പോഴേ ഞാൻ ദൈവത്തിന്റെ അവസ്ഥ, എന്റെ ദൈവം എന്നെ വിളിച്ചതാ. ഞാൻ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാ. ഞാൻ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനായ കാലത്തോളം എന്നെ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? തൊടുവാൻ കഴിയത്തില്ല. ഇങ്ങനെ കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക ദൈവമക്കളെ. ഈ പറയുന്നവന്റെ ഫ്രണ്ട് ഇരട്ടി ശക്തിയോട് നമ്മൾ നിൽക്കും. നമ്മളെ നിന്ദിക്കുന്നവനും പരിഹസിക്കുന്നവനും മുൻവിധിക്കുന്നവന്റെ ഫ്രണ്ടിൽ ഇരട്ടി ശക്തിയോട് നിൽക്കും. സാമ്പത്തിക വിഷയമാവട്ടെ, അല്ലെങ്കിൽ ശാരീരിക വിഷയമാവട്ടെ, മാനസിക വിഷയമാവട്ടെ, ഏത് വിഷയമാവട്ടെ, നീ ഒന്ന് പാർട്ടിയില് ഞാൻ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാന്ന് പറഞ്ഞാൽ ദൈവം എന്ത് ചെയ്യാൻ തുടങ്ങും? വഴികൾ നിനക്കായി തുറക്കപ്പെടും. ആ വഴികൾ നിന്റെ കരങ്ങളിലേക്ക് ആര് തരും? കർത്താവ്. കർത്താവ് തരും. ഇതെന്തോ എന്നറിയാം. ഇതിനകത്തുള്ള വിഷയം എന്തോ? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാം. ദുഷ്ടന്മാരുടെ ആലോചന എപ്പോഴും എന്തിനുള്ളതാണ്? നമ്മളെ തകർത്ത് കളയുള്ളതാണ്. അല്പസുഖമല്ല നമുക്ക് തോന്നും. അല്പസുഖമെല്ലാം നമുക്ക് തോന്നും. മദ്യപിക്കുന്നവരടുത്ത് എന്ന് സ്ഥിരം മദ്യപിക്കുന്നവരടുത്ത് എന്ന് ചോദിച്ചാൽ അവർ ആ മദ്യപാനത്തെ ന്യായീകരിക്കുന്നവരാണ്. ഇത് ആ ന്യായീകരണത്തിന്റെ മറുപടിയെല്ലാം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും, സത്യം പെറ്റ അമ്മ സഹിക്കത്തില്ല. കേട്ട് കഴിഞ്ഞു ഇത്രയും ന്യായീകരണം ഇതിനകത്തുണ്ടായിരുന്നു. ആരോഗ്യമല്ല ഇരട്ടിയായെന്നാ പറയുന്നത്. ജീവൻ റോങ് കുടിച്ച പോലെ ആയെന്നാ പറയുന്നത്. ഇതുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. എന്തോ ഇതില്ല അത് വിശദീകരിക്കുന്നത്. അവന്റെ ഓരോ വിശദീകരണവും അവൻ എങ്ങോട്ട് പോവുക? പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവന്റെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുക. അവന്റെ കുടുംബം നശിച്ചുകൊണ്ടിരിക്കുക. അവന്റെ തലമുറ നശിച്ചുകൊണ്ടിരിക്കുക. അവന്റെ കുടുംബം തലമുറയല്ല തല ഉയർത്തേണ്ടടുത്ത് തല കുനിച്ചുകൊണ്ടിരിക്കുക. എന്തുവാ? മദ്യം എന്ന് പറയുന്നത് പിശാചി കയറിയ ഇല്ലയോ? ഒന്ന് കണക്കൂട്ടില്ലയോ? സ്തോത്രം. ഞാനിത് പറയുന്നത് ഞാൻ മദ്യപിച്ചിട്ട വ്യക്തി ആയോണ്ടാ. എനിക്കറിയാം ഇതിൽ നിന്നല്ല ഞാൻ പുറത്തു വന്നവനാ. അതുകൊണ്ടാണ് ഞാൻ ഇതിന് ദോഷത്തെ പറ്റി പറയുന്നത്, ഗുണത്തെ പറ്റി പറയുന്നത്, ദോഷത്തെ പറ്റി പറയുന്നത്. കാര്യം എന്തുവാ? യേശു എന്നെ കണ്ടില്ലായിരുന്നു, ഇന്ന് ഞാൻ കാണത്തില്ലായിരുന്നു.
41 വയസ്സായ അമികലോസ്വരം ഹരി പോയതിന് അപ്പുറത്ത് മുമ്പേ ഞാൻ പോയത്. ഇവൻ എന്റെ അടുത്ത് വന്നതേ ഇതിനു വേണ്ടിയായിരുന്നു. കാര്യം നിങ്ങൾ എങ്ങനെ ഇതിന് പുറത്തു വന്നെന്ന് പറഞ്ഞാൽ ഞാനുമായിട്ട് പരിചയം കൂടുന്നു. ഞാൻ ദൈവത്തെ കുറിച്ച് അറിഞ്ഞു, ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നെന്ന് അറിഞ്ഞപ്പോ ഇവൻ എന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ എന്നോട് പരിചയപ്പെട്ടതേ ഈ ഒരു കാര്യത്തിന് വന്ന എന്നോട് പരിചയമായി, എന്നോട് കമ്പനിയായി. കാര്യം എന്തുവാ, ഞാൻ അപ്പോഴും ഇവന്റെ ദുശീലം മനസ്സിലാക്കില്ല. ഇവനോട് കൂടുതൽ അടുത്തപ്പെടാൻ മനസ്സിലാവുന്നത് ഇവന് ഉള്ള ദുശീലം എന്തുവാ. സ്തോത്രം. ദൈവമക്കളെ, ഒരിക്കലും അത് നമുക്ക് സമാധാനം തരത്തില്ല, സന്തോഷം തരത്തില്ല, ആശ്വസിപ്പിക്കത്തില്ല. ദുഃഖം വന്നു, ദുഃഖത്തിന്റെ മധ്യയിൽ രണ്ടെണ്ണം വിട്ടെന്ന് പറഞ്ഞ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യത്തില്ല, ആശ്വാസം തരത്തില്ല. സന്തോഷത്തിന്റെ മധ്യ രണ്ടെണ്ണം കുടിച്ചെന്ന് പറഞ്ഞ ആശ്വാസം തരത്തില്ല. നിന്റെ കുടുംബത്തിന്റെ തലച്ചായത്തേ ഉള്ളൂ. നിന്റെ കുടുംബത്തിനകത്ത് നിന്നെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ തല കുനിയുന്ന അനുസരിച്ച് അവർക്ക് നീ മദ്യപിക്കുന്ന അനുസരിച്ച് നിന്റെ അംഗങ്ങളുടെ തലയെ നീ കുനിയത്തേ ഉള്ളൂ. ഒരിക്കലും അവരുടെ തല ഉയർന്നിരിക്കാൻ പറ്റത്തില്ല. പലയിടത്തും പല കാര്യങ്ങളാണ്. നന്മ അവന്റെ കുടുംബത്തിനകത്ത് യഥാർത്ഥമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രാപിക്കാൻ പറ്റത്തില്ല. കാര്യം നന്മ കൂടുന്നതനുസരിച്ച് അവൻ അതിന് അടിമയായിക്കൊണ്ടിരിക്കും. ആ പാപം, ദുഷ്ടന്മാരുടെ ആലോചന ഒരിക്കലും കേൾക്കാൻ നിൽക്കരുത്. ദുഷ്ടന്മാർ പല ആലോചനയും പറഞ്ഞു തരും. ഈ ആലോചനയെല്ലാം ആദ്യം നമുക്ക് നമ്മളെ ബുദ്ധിയായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കും ശരിയായ റൂട്ട് അവർ പഠിപ്പിക്കുന്നത്. ഒരിക്കലുമല്ല. അടുത്തത് കർത്താവ് പറയുക, ദൈവമക്കളെ കുറിച്ച് അടുത്തതായിട്ട് ദൈവത്തിന്റെ വാക്യം പറയുക എന്തുവാ, പരിഹാസിയുടെ വഴി, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്, പാപിയുടെ വഴി നീ നിൽക്കരുത്. പാപി ഞാനുമായിട്ട് എന്ത് ചെയ്യത്തില്ല, സെറ്റാവത്തില്ല. അയ്യോ, രക്ഷിക്കപ്പെട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവപൈതലായി പിന്നെ അവനങ്ങ് ഭയങ്കര ജാട ഒന്നല്ല, അടുക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ പ്രവൃത്തിയൊന്നും പലപ്പോഴും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അല്ല, നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന പിശാചിന്റെ അല്ലെങ്കിൽ ലോകപരമായുള്ള ബുദ്ധിയൊക്കെ ഒരിക്കലും എണീക്കത്തില്ല, എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാര്യം എന്റെ മേൽ വ്യാപരിക്കുന്നത് കർത്താവായ യേശുവാണ്. യേശു ഒരിക്കലും പാപത്തിന്റെ വഴിക്ക് എന്ത് ചെയ്തില്ല, കൂട്ടുനിൽക്കത്തില്ല. പക്ഷെ പാപികളെ യേശു കൈകൊള്ളു. എന്തിനു വേണ്ടിയാ, പാപത്തെ മാറ്റി അവനെ ശുദ്ധീകരിക്കുവാൻ. അവനവന്റെ പാപത്തെ ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ അവനെ ശുദ്ധീകരിക്കും. ആരെ? കർത്താവ്. എത്ര രീതിയിൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തെ വിട്ടുപോയിട്ടുണ്ട്. ദൈവം നമ്മളെ എന്നിട്ട് ഉപേക്ഷിച്ചോ? കാര്യം എന്തോ, ദൈവത്തിന് അത്രമാത്രം നമ്മളെ സ്നേഹമാണ്. അതുകൊണ്ടാ ദൈവത്തിന്റെ വചനത്തിനകത്ത് പഠിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വന്തം അമ്മ മക്കളെ ഉപേക്ഷിക്കാം, പക്ഷെ നിന്റെ ദൈവം നിന്നെ ഉപേക്ഷിക്കുന്നില്ല. നിന്റെ അമ്മ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറഞ്ഞാൽ മാതൃസ്നേഹം. എന്നോലെ പ്രസവിക്കുന്ന കുഞ്ഞിനോട് ഒരു മാതാവിനുള്ള സ്നേഹമാണ്. പറയുക, സ്വന്തം അമ്മ നിന്നെ മറന്നു കളയും, നിന്നെ വേണ്ടാന്ന് പറഞ്ഞ് തള്ളിക്കളയും. പക്ഷേ നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല, അതിനപ്പുറത്തെ സ്നേഹമാണ്. ആര് സ്നേഹിക്കുന്നത്? കർത്താവ്. ഒരു ഭർത്താവിന് അത്രകാരം സ്നേഹം നമ്മളോട് തരാൻ പറ്റത്തില്ല. ഒരു ഭാര്യയ്ക്ക് നമുക്ക് അത്രകാരം സ്നേഹം തരാൻ പറ്റത്തില്ല. മക്കൾക്ക് തരാൻ പറ്റത്തില്ല. അതിനെല്ലാം ഒരിക്കലും അളക്കാൻ പറ്റാത്ത ഒരു സ്നേഹം ആര് തന്നിരിക്കുന്നത്? യേശു കർത്താവ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പാപത്തിന് വേണ്ടി ഒന്നും പാപം ചെയ്യാത്ത ഒരു വ്യക്തി കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി യാഗം അർപ്പിച്ചത്, സ്വന്തം ശരീരത്തെ യാഗം അർപ്പിച്ചത്. ഇതേപോലെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ടോ? ഇതിനെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ടോ? ഒന്ന് നോക്ക്, ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവമല്ലാതെ ഒരു പ്രതികൂലമായ പോലും തകർന്നിരിക്കുമ്പോൾ ഒരു വാക്യം കിട്ടിയ മതി ജയം പ്രാപിക്കും. കാര്യം എന്തുവാ? എഴുതിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ എഴുതിയിരിക്കുന്ന കർത്താവിന്റെ വാക്യങ്ങളാണ്. ഇതങ്ങോട്ട് വായിച്ചാൽ മതി. എന്ത് ചെയ്യും? പ്രതികൂലമുള്ളപ്പോ ആ 23 സങ്കീർത്തനത്തിനകത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുമ്പ്. തീർന്നില്ലേ വിഷയം? തീർന്നോ ഇല്ലയോ? സ്തോത്രം. പൊന്നുവാനെ കുറെ വർഷം കൊണ്ട് പറയുന്നത്, കുറെ നാളും കൊണ്ട് പറയുന്നത് പുറത്തു പോവാ ഇല്ലയോ? പൈസയും കൊടുത്തു. പക്ഷേ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം നെടുനേരം കൊണ്ട് ഇപ്പൊ പൊന്നൂര് പോണ്ടാന്നായി. ദൈവം വഴുതല്ലോ പറഞ്ഞപ്പോ പൊന്നൂര് ഇനി അടുത്ത 25 എങ്ങനെ പോകുന്നേ എന്നുള്ള ചിന്തകളാണ്. ദൈവം ഇതേപോലെ കണ്ണടച്ച് തുറക്കുന്നത്. ഇതാണ് നമ്മളെ എല്ലാ പ്രശ്നങ്ങളും. കൃഷ്ണ വിഷയം ഇതേ തീർക്കാനേ ഉള്ളൂ. കണ്ണടച്ച് തുറക്കുന്ന പോലെ ദൈവത്തിന് ഒരു നിമിഷം മതി തുറക്കാൻ. പക്ഷെ നമ്മൾ അങ്ങ് ഭാരപ്പെടുക. എന്താ ഏതാ? ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പം നല്ല വസ്ത്രം ഇടുന്നുണ്ടോ? ആഹാരം കഴിക്കുന്നുണ്ടോ? പോക്കില് വരവിലെല്ലാം ദൈവം സൂക്ഷിക്കുന്നുണ്ടോ? മതി. ദൈവത്തിന് നന്ദി പറ. ബാക്കി ആര് ചെയ്തോളൂ?
ദൈവം ചെയ്തോളും. 10-11 വർഷം കൊണ്ട് നമ്മൾ പാർച്ചുകൊണ്ടിരിക്കുക ഹോളിന്റെ വിഷയത്തിന്. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒറ്റ സെക്കൻഡ് മതി. ആ വിശ്വാസത്തിലാണ് നമ്മൾ പിന്നെ പോകുന്നത്, ഇല്ലയോ? ഇതെല്ലാം ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒറ്റ നിമിഷം. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞു, ദുബൈക്ക് അകത്ത് ആയിരിക്കും ദൈവം അയക്കുന്നത്, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. സ്തോത്രം. അലൈ എന്ന് പറഞ്ഞത് അബുദാബിയാണ്. സ്തോത്രം. ദുബൈക്ക് അകത്ത് തന്നെ അബുദാബി അലയെല്ലാം വിളിച്ചിരുന്നു. നല്ല സ്ഥലമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നല്ല ജോലികൾ. സ്തോത്രം. ഇതെല്ലാം കർത്താവിന് തരാൻ എന്തുവാ? സെക്കൻഡ് മതി. വേറെ കാര്യങ്ങളാത്തൊന്നും ഭാരപ്പെടണ്ട. അല്ലെങ്കിൽ ഒരു കേസ് എനിക്ക് വേണ്ടി എല്ലാം ഓക്കെ ആയി അടച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണം, ദൈവത്തിന് എന്തോ പദ്ധതി ഉണ്ട്, അതുകൊണ്ട് അടച്ചത്. അവിടെ ചെന്നാൽ ഞാൻ എന്തോ പദ്ധതി അനുഭവിക്കേണ്ടി വരും. അതിനകത്ത് എന്റെ ദൈവം അടയിച്ച് കാര്യം എന്തുവാ? എന്റെ ദൈവമക്കൾക്ക് ഒരുക്കിയത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നതിനോ അപ്പുറമാ ദൈവത്തിന്റെ അനുഗ്രഹം. ഇന്ന് പകലോർത്ത ദൈവമക്കളെ, എനിക്ക് ഇറങ്ങി തിരിച്ച് സന്തോഷത്തോടെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചപ്പോ വാതിൽ അടച്ചിറങ്ങി. ദൈവം എനിക്ക് എന്തോ അവിടെ പ്രതികൂലമുണ്ടായിരുന്നു. ആ പ്രതികൂലത്തിൽ കേട്ടാൽ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. കാര്യം എന്തുവാ? ഞാൻ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാ. ഞാൻ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാ. ഇന്ന് പകല ദൂതം നോക്ക് ദൈവമക്കളെ, ഞാൻ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാ. എന്നെ തുടരണമെങ്കിൽ ആരറിയണം? എന്റെ ദൈവം അറിയണം. സ്തോത്രം. അപ്പോഴേ പ്രതികൂലം വന്ന്, അയ്യോ എന്റെ ദൈവം എന്നെ കൈവിട്ടല്ലോ, ഞാൻ ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് തുറന്നില്ലല്ലോ. അങ്ങനല്ല പറയേണ്ടത്. ദൈവത്തിന് എന്തോ ഒരു പ്ലാനുണ്ട്. ആ കഷ്ടത്തിലേക്ക് എന്റെ ദൈവം എന്നെ വിടാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം എന്തുവാ? ഞാൻ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാ. ഇന്ന് പകലോർത്തോ ദൈവമക്കളെ, ഞാൻ രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിനെ അറിഞ്ഞു. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയ മുതൽ ഞാൻ ആർക്ക് പ്രാധാന്യപ്പെട്ടവനാ? ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാ. ആ കാഴ്ചപ്പാട് നമ്മളെ മേൽ വെളിപ്പെടണം. ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാ. ഏതെങ്കിലും നിരാശയുടെ വാക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗത്തിന്റെ അവസ്ഥ, അല്ലെങ്കിൽ സാമ്പത്തിക വിഷയമാകട്ടെ, ഏത് വരട്ടെ, ഇപ്പോഴും പൊട്ടനെ പറഞ്ഞോളൂ, ഞാൻ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാ. ഈ ഒറ്റ വാക്കിനകത്ത് ആരും വഴി തുറന്നോളൂ, ദൈവം തുറന്നോളൂ. അത് പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുത്ത് എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചോണം. അപ്പോഴും ദൈവം നിശ്ചയമായി എന്ത് ചെയ്യും? വഴി തുറക്കും. ഈ 2 സങ്കീർത്തനം ഞാനിന്ന് നമ്മൾ എടുക്കാതിരുന്ന യോവനെയാ. ഈ 2 സങ്കീർത്തനം എന്റെ ഉള്ളത്തിനകത്ത് ദൈവം ഇന്ന് കൊണ്ടുവന്നേ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാം എന്നെ വീണ്ടും ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുക. കാര്യം എന്തുവാ? ഞാൻ നോക്കി 2 കറക്റ്റാ. എന്തുവാ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴി നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പൊ രാത്രി പകലില്ലാതെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ചിലവർ ചോദിക്കും, എന്തിനാ ഇങ്ങനെല്ലാം പ്രാർത്ഥിക്കുന്നത്? ഇത്രയും പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ പവറാ ദൈവം പറഞ്ഞു തരുന്നത്. എന്തുവാ? രാപ്പകൽ ധ്യാനിക്കുന്നവൻ, രാത്രിയിലും പകലും അവന്റെ പോക്കിലും വരവിലും എല്ലാം അവൻ സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു ദൈവവചനത്തെ കേട്ടും എല്ലാം അവൻ ആ ഉറപ്പിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവനെ ആർക്ക് വേണം? അവനെ കുറിച്ചാണ് ദൈവം പറയുന്നത് ഭാഗ്യവാൻ. അവനെ കുറിച്ച് ആര് പറയുന്നത് ഭാഗ്യവാൻ? അയ്യോ ഇത്രയെല്ലാം പ്രാർത്ഥന വേണോ? ദൈവത്തെ രുചിച്ചറിഞ്ഞും എത്ര പാർച്ചാലും മഴുക്കത്തില്ല. അവൻ പാർച്ചുകൊണ്ടിരിക്കും, അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാര്യം എന്തുവാ? അവൻ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവന്റെ ജീവിതം മൊത്തവും ആര് നടത്തുന്നയാ? ദൈവം നടത്തുന്ന. അവനെ തിരിച്ചറിഞ്ഞു. അതിൽ പിന്നെ അവന് അടങ്ങിയിരിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാ. സ്തോത്രം. ഞാൻ ദൈവത്തിന്റെ അംബാസഡർ, ഞാൻ ദൈവത്തെ ഉയർത്തി കാട്ടേണ്ടവനാ. എന്നെ കണ്ട അനേകർ ക്രിസ്തുവിനെ അറിയേണ്ടവനാ. ആ സാക്ഷ്യം എനിക്കുണ്ടാവണം. സ്തോത്രം. അപ്പോഴെനിക്ക് എന്ത് ചെയ്യണം? ആ ദൈവമായിട്ട് ആഴമായി ബന്ധമുണ്ടാകണം. ഒടുവിന് ദൈവം എന്നോട് അടുത്ത ദൂത് പറയുക, യഹോവ എന്റെ ഇടയനാകുന്ന എനിക്കൊന്നും. ആ വാക്യം ഈ വാക്യമായിട്ട് കണക്ട് ആയി. എന്തുവാ? ചിന്തിച്ചു നോക്കുകയോ കണക്ട് ആയി. യഹോവ ധാരിക്കുന്നവൻ ഭാഗ്യവാൻ. അടുത്തത് ഒന്ന് ചിന്തിച്ചു നോക്ക്, യഹോവ എന്റെ ഇടയനാകുന്ന എനിക്കൊന്നിനും. ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തില്ല. ഞാൻ എന്തെങ്കിലും മുട്ടുണ്ടാക്കി എന്റെ കാരണം എന്തുവാ? ഞാൻ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുക, ധാരയിക്കുക. സ്തോത്രം. അഭിജിത്ത് പറഞ്ഞ വചനത്തിനകത്ത് പറയുന്നു, നിന്റെ കഷ്ടം വരുമ്പോ, പ്രതികൂലം വരുമ്പോഴേ യഹോവയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ആ ദൂത് ഇതിലേക്ക് വന്നു. എന്ത് വന്നു? നിനക്ക് കഷ്ടം പ്രതികൂലം വന്നപ്പോ നീ ദൈവത്തിന് ഇച്ചിരി മാറി നിൽക്കുക. കാര്യം എന്തോ? നീ ഭാരം അങ്ങ് ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നീ ഫ്രീ ആവും. നീ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. നീ ഇപ്പോഴും എന്ത് ചെയ്തേക്കുക? ലോകപരമായുള്ള ചിന്തയ്ക്കകത്തിരിക്കും. ലോകപരമായുള്ള ചിന്തയ്ക്കകത്തിരുന്ന അനുഗ്രഹം പ്രാപിക്കാമോ? ഞാൻ ലോകപരമായുള്ള ചിന്തയ്ക്കകത്തല്ല ഇരിക്കുന്നത്,
ഞാൻ ചിന്തക്കകത്തല്ല ഇരിക്കേണ്ടത്, ഞാൻ ആരുടെ ചിന്തയിലായിരിക്കേണ്ടത്? ദൈവത്തിന്റെ ചിന്തയിലായിരിക്കേണ്ടത്. ദൈവത്തിന്റെ ചിന്തയിലായിരിക്കേണ്ടത്. എന്റെ സംസാരം, എന്റെ ആലോചന എല്ലാം ആരോടാ? ദൈവത്തിന്. അങ്ങനെ ഒരു ആലോചന എന്റെ മേൽ വെളിപ്പെടണം എന്നുവാ. അയ്യോ, ദൈവം ഇന്നോടുള്ള സംസാരിക്കുന്നല്ലോ, എന്നോട് എന്താ സംസാരിക്കാൻ ഉണ്ട്? ദൈവം പറയുന്നു, ന്യായപ്രമാണത്തെ രാപ്പൽ ധാരിക്കുന്നവൻ ഭാഗ്യവാൻ. അവന്റെ മേൽ ആര് സംസാരിച്ചുകൊണ്ടിരിക്കും? കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് ധാരിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നവന്റെ അടുത്ത് നെഗറ്റീവായിട്ടൊരു വാക്ക് വന്ന് പറഞ്ഞാൽ അവൻ അതിനകത്ത് വീഴത്തിന്റെ കാര്യം എന്തുവാ? അവൻ അതിലും വലിയ ബലം പ്രാപിച്ചുകൊണ്ടിരിക്കുക. ബലം പ്രാപിച്ചിട്ടാണ് നിൽക്കുന്നത്. അവന്റെ അടുത്ത് വന്ന് നീ നിരാശ വാക്ക് പറഞ്ഞാൽ ഈ പറയുന്ന നിരാശയായിട്ട് നീ മടങ്ങിപ്പോകും. സ്തോത്രം. 23 സങ്കീർത്തനം ഒന്ന് വായിക്കാം, ഒന്ന് ഓടിച്ചു വായിക്കാം. കണ്ടോ, പച്ചപ്പിൽ കൂടെ എന്ന ദൈവം എന്നെ നടത്തുന്നു. ഉണങ്ങിയ അവസ്ഥയിൽ കൂടല്ല, സമൃദ്ധി കൂടെ ആര് നടത്തുന്നത്? യഹോവയുടെ ഇടയനാവുന്ന എനിക്കൊന്നിനും മുട്ടുണ്ടാവില്ല. അടുത്ത പറയാ, പച്ചയായ പുല്ലമ്പുറങ്ങളിൽ അവൻ എന്നെ നടത്തും. അവിടെ എന്തില്ല? വരൾച്ചയില്ല, അവിടെ ശൂന്യാവസ്ഥയില്ല, അവിടെ എന്തുവാ? സമൃദ്ധിയ. ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ദൈവപൈതല്, യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ദാനിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവനെ കുറിച്ച് ദൈവം പറയുന്നു, അവനാ ഭാഗ്യവാൻ. ആ ഭാഗ്യവാൻ നടക്കുന്ന ഓരോ വഴിയിലും എന്തില്ല? കഷ്ടതയില്ല, പ്രതികൂലമില്ല, പ്രതിസന്ധികളില്ല. അവൻ എല്ലാത്തിനും ജയിച്ച് എവിടെ കൂടെ പോകുന്ന? സമൃദ്ധി കൂടെ പോകുന്നു. അവനെ സമൃദ്ധി കൂടെ നടത്തുന്ന ഒരു കർത്താവിനെ ആരാധിക്കുന്നേ? അവൻ ദൈവത്തെ ആരാധിക്കുന്നു. സമൃദ്ധി. സ്തോത്രം. സമൃദ്ധി തരുന്ന ഒരു ദൈവം. അടുത്തത് കണ്ടോ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിൽ. നമ്മുടെ കുടുംബത്തിനകത്ത് എന്ത് വരും? സ്വസ്ഥത വരും. അലറിക്കൊണ്ടിരിക്കുന്ന കടല് പോലെ, ഇപ്പം മെഴുകിക്കളയെന്ന് പറഞ്ഞു വരുന്ന ഓരോ തിരമാലയുടെ ശബ്ദം പോലെ തകർക്കുന്ന വഴി കൂടെ അല്ല ദൈവം നടത്തുന്നത്. എവിടെ കൂടെ? സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് വരും. വെള്ളത്തിനകത്ത് എപ്പോഴും സ്വസ്ഥതയല്ല, ഇളകും. പക്ഷേ ദൈവത്തിന്റെ ആത്മാവുള്ളവന്റെ മേൽ എന്തുവാ? സ്വസ്ഥതയുള്ള വെള്ളത്തിന്. ഏത് പ്രതികൂലത്തിന്റെ മന്യതയിലും അവൻ എന്തുണ്ട്? സ്വസ്ഥതയുണ്ട്. അവനൊരു ഭയവും ഇല്ല, ഭീതിയില്ല. കാര്യം അവൻ ആരെ മുറുകി പിടിച്ചാ പോകുന്നത്? കർത്താവ് യേശുവിനെ മുറുകി പിടിച്ചു. യേശുവിനെ മുറുകി പിടിച്ച് ജീവിക്കുന്ന ഒരു ദൈവമക്കളിലേക്കും എന്ത് വരത്തില്ല? പ്രതികൂലം വരില്ല. പ്രതികൂലത്തെ എല്ലാം അവനെ നിസ്സാരമായിട്ട് തോന്നും, സ്വസ്ഥതയായിട്ട് തോന്നും. പ്രതികൂലത്തെ പ്രതികൂലമായിട്ട് കാണുന്ന എപ്പോഴാണെന്നറിയാമോ? ദൈവത്തെ അറിയാതെ ജീവിക്കുമ്പോൾ. ദൈവത്തെ മാറി നമ്മൾ മാനുഷിക ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ വരുന്നത് മൊത്തം പ്രതികൂലം, നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന്റെ ആത്മാവിൽ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുന്ന ദൈവപൈതലാണെങ്കിൽ അവന്റെ ഫ്രണ്ടിൽ കൊണ്ടുവരുന്ന എല്ലാ പ്രതികൂലം അവനെ സ്വസ്ഥതയായിട്ട് തോന്നും. കാര്യം അത് സ്വസ്ഥതയാക്കുന്ന ഒരു ദൈവത്തെ അവൻ ആരാധിക്കുന്നു. ദൈവത്തെ മരണം, ദൈവത്തെ അവൻ എന്ത് ചെയ്യുന്നേ? മഹത്വപ്പെടുത്തുന്നു. അടുത്തത്, അടുത്ത വാക്യത്തിനകത്ത് ഒരു കാര്യം പറയും. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. എന്ത് ചെയ്യുന്നു? തണുപ്പിക്കുന്നു. എന്റെ പ്രാണൻ ഹീറ്റ് ആവാൻ അവൻ സമ്മതിക്കത്തില്ല. എന്തുവാ? എപ്പോഴും തണുപ്പിക്കുന്ന അവസ്ഥ, ഒരു സന്തോഷത്തിന്റെ അവസ്ഥ, സമാധാനത്തിന്റെ അവസ്ഥ. എവിടെ ചെന്നാലും എന്തുണ്ട്? സമാധാനം, സന്തോഷവും. എവിടെ ചെന്നാലും അനുഗ്രഹവും. അടുത്തത്, അടുത്ത വാക്യത്തിനകത്ത് പറയുന്നത് കൂരിന് താഴ്കൂടെ നടന്നാലും മരണം എന്നെ വെല്ലുവിളിച്ചാൽ പോലും ഞാൻ അവിടെ പതറിപ്പോത്തില്ല. ആരുണ്ട് എന്റെ കൂടെ? കർത്താവുണ്ട്. കർത്താവിന്റെ അനുഗ്രഹമുണ്ട്, കർത്താവിന്റെ കരുതലുണ്ട്. അവിടെ ഒന്നും എന്ത് ചെയ്യത്തില്ല, ഞാൻ പതറിപ്പോത്തില്ല. അവിടെ എല്ലാം എനിക്കൊരു ജയം നൽകുന്ന കർത്താവ്, ഒരു അനുഗ്രഹിക്കുന്ന കർത്താവ്. സ്തോത്രം. ഒരു താഴെ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും, പ്രതികൂലത്തിന്റെ, പ്രയാസത്തിന്റെ, സങ്കടത്തിന്റെ, പ്രതിസന്ധിയുടെ മധ്യയിൽ കൂടെ ഞാൻ നടന്നാലും എന്റെ യേശു എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും എനിക്കെന്നില്ല, ഒരു വിഷയമേ അല്ല. അടുത്തത്, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട എന്തുവാ? യേശു എന്റെ കൂടെ ഉണ്ട്. യേശു എന്റെ കൂടെ ഉണ്ട്. യേശു ഉണ്ടെങ്കിൽ കൂട്ടുകാരുണ്ട്, യേശു ഉണ്ടെങ്കിൽ അയൽക്കാരുണ്ട്, യേശു ഉണ്ടെങ്കിൽ ബന്ധുക്കളുണ്ട്, യേശു ഉണ്ടെങ്കിൽ അമികാലി സ്തോത്രം ഭവനമുണ്ട്, യേശു ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ആൾക്കാരെ ഉണ്ട്. ഇതെല്ലാം ആരും ഉണ്ടാവണം? യേശു ഉണ്ട്. യേശു ഇല്ലാത്ത എന്തോ ഭാഷ പറയുന്നത്? യേശു ഇല്ലാതെ എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ, യേശു ഇല്ലാതെ എനിക്ക് ബന്ധുക്കളുണ്ടല്ലോ, സ്വന്തക്കാരുണ്ടല്ലോ. സമയം കിട്ടട്ടെ, എപ്പോഴാ നിന്നെ പിടിച്ച് തറയിടുന്നറിയാം. ഇപ്പൊ നിനക്ക് ചിലതെല്ലാം ഉള്ളത് കൊണ്ടാണ് നീ തല ഉയർത്തി കിടക്കുന്നത്.
അതില്ലായിരുന്നെങ്കിൽ എപ്പം നിന്നെ തലയിട്ടായിരുന്നു അറിയാമോ? നിന്റെ അടുത്ത് സംസാരിച്ചിട്ട് അപ്പുറത്ത് മാറി നിനക്കെതിരാ സംസാരിക്കുന്നത് നീ തിരിച്ചറിയുന്നില്ല. പക്ഷെ യേശുള്ള ദൈവവേദനാണെങ്കിൽ അവനെതിരെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റും. സംസാരിച്ചാൽ നിമിഷ നേരം കൊണ്ട് അവൻ നിന്റെ ഭവന്തി വരും. നിന്റെ മുഖഭാവം മാറിയോ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും വന്നോ, അല്ലെങ്കിൽ നിനക്ക് ദേഷ്യം ഉണ്ടോ എന്നെല്ലാം നോക്കാൻ വരും. കാര്യം എന്തോന്നറിയാം, അവനറിയാൻ ദേഷ്യപ്പെട്ടു പോയെന്നാണ് കാര്യം. അതുകൊണ്ടാണ് ഈ ദൈവമക്കളെ ചൊറിയാൻ നിൽക്കല്ലെന്ന് പലപ്പോഴും പറയുന്നത്. എന്തുവാ, ചൊറിഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ചൊറിയും. ഈ ചൊറിയുന്നു പിന്നെ ആ ചൊറിച്ചിൽ മാറുന്ന ചൊറിച്ചിലല്ല, മറ്റേ ചൊറിച്ചിൽ ആ സമയത്തുള്ള വേദനയുള്ളൂ, അതങ്ങ് മാറും. കുറച്ച് കഴിയുമ്പോഴത്തേയും അതെന്ത് ചെയ്യാൻ പറ്റത്തില്ല, സഹിക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചൊരു വിഷയം പറയാം. സ്തോത്രം. അത് തെറ്റായിട്ടുള്ള ചിന്തയിൽ നിങ്ങൾ ചിന്തിക്കല്ലേ, ഒരു ചിന്ത നോക്കിപ്പോ, ശക്തമായിട്ട് ചിന്തിക്കുമോ. രതീശ്വരനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഞാൻ ഓർക്കുക, നല്ലൊരു തൊഴിലകയിരിക്കുന്നു, നല്ല തൊഴിലകയിരിക്കുന്നു. എനിക്ക് നല്ലോണം അറിയാവുന്ന ഗൾഫിലുള്ള ഒരുപാട് പേര് എനിക്കറിയാം. ആ തൊഴിലുള്ളവർക്കൊന്നും നിന്ന് തിരിയാൻ പറ്റാത്ത രീതിയിൽ ബിസി. രതീശ്വരനെ സംബന്ധിച്ചതിന് ആ തൊഴിൽ നല്ലോണം അറിയാം, അല്പമൊന്നും അല്ല, നല്ലോണം അറിയാം. ആ തൊഴിലിനകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ ആ തൊഴിലിനകത്തൊരു വിജയം ദൈവം കൊടുക്കുന്നുണ്ട്. ആ തൊഴിലുള്ള ഒരാള് ദിവസം ചുമ്മാ ഇരുന്നാൽ പോലും 10, 250, 300 ദിർഹംസ് ഒപ്പിക്കുന്നു. അങ്ങനെ പുറത്ത് ജസ്റ്റ് വിളിച്ചാലും അവിടെ പോയിലേക്ക് ഇവിടേക്ക് ജസ്റ്റ് ചുമ്മാ ഇരുന്നാൽ മതി. പക്ഷെ ദൈവം അയക്കുന്നില്ല. കാര്യം എന്താ? ദൈവത്തെ അറിയാനുള്ള അവസരം കൊടുക്കുന്നു. ദൈവത്തെ അറിയാനുള്ള അവസരം കൊടുക്കുന്നതനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, രതീശ്വർ വിട്ടു നിൽക്കുക. ദൈവസ്നേഹത്തിലേക്ക് ചില കാര്യത്തിനകത്തൊന്ന് മൗനമായിട്ടിരുന്ന ദൈവസ്നേഹത്തിലേക്കൊന്ന് മുന്നോട്ടൊന്ന് വാ. ദൈവം പടപടമായി തോന്നും. രതീശ്വരനോട് വരുമാനത്തോടും കറക്റ്റായിട്ട് വീടിനകത്ത് വന്നാൽ എന്തുവായിരിക്കും ആ ഭവനത്തിന്റെ അവസ്ഥ നോക്കിക്കോണം. ഒരു വലിയ സേവിങ് അവർക്കുണ്ടാവും, നന്മയുണ്ടാവും. പക്ഷെ അവർ ദൈവസേന വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തെടുക്കുക, തടയും. രതീശ്വർ ഒന്ന് തല പൊക്കുമ്പോൾ ചെറിയ സാരം ഇട്ട് കൊടുക്കും. അത് വെച്ച് രതീശ്വർ തൃപ്തനാക്കി. ദൈവമല്ല കൊടുക്കുന്ന ആരാ? വിശാല. കാര്യം എന്താ പറയുക, ഇതിട്ട കൊടുത്താലേ മൂത്തിരിക്കത്തുള്ളൂ, ഇതിനോട് എതിർത്തിരിക്കത്തുള്ളൂ. ഇത് ആരുടെ തന്ത്രമാണ്? വിശാലിന്റെ തന്ത്രമാണ്. സ്തോത്രം. അപ്പോഴ് ചെറിയ കിട്ടുമ്പോ ഓക്കെ, ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ ഇപ്പം കയറി. പിന്നെ അവിടെ പ്രാർത്ഥന ശക്തമാകുമ്പോൾ അവിടെ സ്റ്റോപ്പ് ആവും. ദൈവസന്നിധിയിൽ ഒന്ന് സറണ്ടർ ചെയ്ത് നോക്ക്. അവസ്ഥ സിലിയതയാണ്. ഇപ്പോഴും ദൈവം ഓരോ കാര്യങ്ങൾ നടത്തുന്നത് ദൈവം മക്കൾക്ക് വാഗ്ദത്തം പറഞ്ഞ ദൈവജനത്തിന്, ദൈവ മക്കൾക്ക്, ദൈവത്തിന്റെ പ്രിയപ്പെട്ടവർക്ക് വാഗ്ദത്തം കൊടുത്ത നന്മ കൊണ്ടാണ് ദൈവം ഇപ്പോഴും നിർത്തുന്നത്. ഓർത്തോണം, ഇതെല്ലാം ദൈവത്തെ അറിയാനുള്ള അവസരമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് തോന്നുന്നത് ചില മാസങ്ങൾക്ക് മുമ്പേ, വർഷത്തിനും ഒരു 2 വർഷമായിരുന്നു തോന്നുന്നു, ചിന്താമണിയായിട്ട് ഒന്ന് രതീശ്വർ അവിടെ കാറ് മേടിച്ചു. ഇനി ടാക്സി ഓടി. തമാശ പറഞ്ഞല്ല, ആ ലൈസൻസ് മതി, വേറെ ഒന്നും വേണ്ട. രൂപയുടെ ഒരു ലൈസൻസിന് വേണ്ടി കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഫാമിലി അവിടെ കടത്തിന്മേൽ കടത്തി നിൽക്കുക. അവർക്കൊരു ലൈസൻസ് കിട്ടിയാൽ മതി, അവർക്ക് കച്ചിത്തുരുമ്പ, അവരുടെ ജോലിക്കകത്ത് കച്ചത്തുരുമ്പ കയറി പോവാൻ. എന്നോട് പറയും, 1 പാർട്ടി രൂപ, പക്ഷേ എന്തുവാ 3 ലക്ഷം രൂപ വരെ മുടക്കി ലൈസൻസിന് വേണ്ടി, കിട്ടിയിട്ടില്ല. എന്നാൽ ഈ നാട്ടിൽ വന്ന നല്ലോണം വണ്ടി ഓടിക്കുന്ന സ്വന്തം വണ്ടിയുള്ളവരാ, പക്ഷെ അവിടെ ചെന്നിട്ട് ലൈസൻസ് കിട്ടുന്നില്ല. എന്റെ അടുത്ത് പറയും, ഈ ലൈസൻസ് കിട്ടിയ എന്റെ കടം ഞാൻ 6 മാസം കൊണ്ട് വീട്ടും, ഞാൻ പുറത്തു വരും. കാര്യം എനിക്ക് ആ രീതിയിലേക്കുള്ള ജോലിയിലേക്ക് എന്നെ മാറ്റും. അപ്പൊ ദുബൈയിലെ ലൈസൻസ് കുഞ്ഞുകളിയാണോ? എപ്പോഴും ഓർക്കണം, ദൈവം വഴി തുറക്കാതെ ആർക്ക് തുറക്കത്തില്ല. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞോ, കഴിവുണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യവുമില്ല. ദൈവം വഴി തുറന്ന ഈ വിദ്യാഭ്യാസവും വേണ്ട, കഴിവും വേണ്ട. കർത്താവിന് വഴി തുറക്കുക ഒറ്റ നിമിഷം. ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ നിൽക്കട്ടെ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ വർക്ക് ചെയ്യട്ടെ, കർത്താവ് വഴി തുറക്കും.
ഒരു നന്മ, വലിയ നന്മ ദൈവം കൊടുക്കും. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. എനിക്ക് നല്ലോണം അറിയാം. ഇത്രയും കാലം ദൈവജനം ഭവനം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവർക്ക് അനുഗ്രഹമാവും. പക്ഷേ ക്രിസ്തുവിനെ എന്നറിയും അന്ന് ദൈവം അനുഗ്രഹിക്കുന്നത്, അന്ന് അനുഗ്രഹിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഞെരുക്കം വന്ന എപ്പോഴാണെന്നറിയാം? ബൈബിൾ എന്ന് വലിച്ചു കീറി അന്ന് തൊട്ട് അതുവരെ തൽക്കാലമെല്ലാം ദൈവം വിട്ടോട്ടിരുന്നു. അതിനകത്ത് ഞാൻ സന്തോഷിക്കുന്നുള്ളൂ. കാര്യം എന്തുവാ? ഇതിൽ തൊട്ടവനെല്ലാം ഇത് എടുത്തിട്ടുണ്ട്. ഇത് തൊട്ടവനല്ല ഇത് പിന്നെ ചുമന്നുകൊണ്ട്. ഇതേ ഉള്ളു കർത്താവേ എനിക്കൊരു വഴി, ഇതേ ഉള്ളു കർത്താവേ വഴി. ഇത് സ്തോത്രം. ഇത് തൊടാതെ ഇത് വലിച്ചീറി ഇത് കാണുമ്പോൾ ദേഷ്യപ്പെട്ട ആളാ. പക്ഷെ എന്ത് ചെയ്യുക? ഇപ്പൊ എവിടെ ചെന്നാലും ഇതാ കൈയിരിക്കുന്നത്. നമ്മൾ നോക്കുക, ഈ ഇതെന്തുമായി കൈയിരിക്കുന്നത്? അയ്യോ ഇതാണ് എന്നെ, ഇതില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല, ഉറങ്ങാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, പോകാൻ പറ്റത്തില്ല, ജോലി സ്ഥലത്ത്. സ്തോത്രം. എനിക്ക് നല്ലോണം അറിയാം. ഇവിടെ വരുന്ന പ്രമോദ് എന്ന് പറഞ്ഞ ഇടയ്ക്ക് വന്ന് ശുശ്രൂഷിക്കുമല്ലോ, നോർത്ത് ഇന്ത്യ ദൈവവേല ചെയ്യുന്ന, ഗൾഫിൽ ജോലി ചെയ്യുന്ന രാജിവെച്ച് അവ എവിടെ പോയാലും ഇതുകൊണ്ട് നടക്കുന്നത്. പണ്ട് ഇത് എടുക്കുന്നവനെ നോക്കി പുച്ഛിച്ചവനവൻ, പരിഹസിച്ചവനവനെ, അപമാനിച്ചവനവൻ. ഇന്നിപ്പോ ഞാൻ നോക്കുമ്പോ അവൻ കടയിൽ മാർക്കറ്റിൽ വന്നാലും അവന്റെ വണ്ടിക്കകത്തിരിപ്പുണ്ട്. ഇതെടുത്തോണ്ട് അവനെ ഇറങ്ങാൻ പറ്റും. സ്തോത്രം. അവന് ഒരു ചമ്മലും ഇല്ല. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, കൊട്ടാരക്കര പട്ടണത്തിൽ കൂടെ അവന് ഒരു ചമ്മലും ഇല്ലാതെ ഇത് കൊണ്ട് നടക്കുന്നത്. ഇതിനെ കുറ്റം പറഞ്ഞവനാ, അവൻ ദണ്ഡിയ സൂപ്പർ മാർക്കറ്റ് കയറണം, ഇത് അവന്റെ കയ്യിലും ഇതും വെച്ചോണ്ടാ ചെല്ലുന്നത്. സ്തോത്രം. ഞാനപ്പോ ഓർത്തിട്ടുണ്ട്, ഇവന് അതിനകത്തുള്ള ഒരു തീഷ്ണത ആര് കൊണ്ടുവന്നു? അപ്പൊ ഇത് തള്ളിയവനെ എല്ലാം ആര് ചുമന്നിട്ടുണ്ട്? ഇത് ചുമക്കുന്നവനെ ആര് ചുമക്കും? ദൈവം ചുമക്കും. സ്തോത്രം. ഇത് ചുമന്നുകൊണ്ടാ എന്നെ ദൈവം ചുമക്കും. എന്നെ ചുമക്കുന്നത്. പലർക്കും എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഇതിനെ ദൈവത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. കാര്യം എന്തുവാ? ഇത് ചുമന്നുകൊണ്ടാ. സ്തോത്രം. ഇത് ചുമന്നു. സ്തോത്രം. ഇത് ചുമക്കേണ്ട രീതി ചുമന്നാൽ ദൈവം നമ്മളെ എന്ത് ചെയ്യും? ചുമക്കേണ്ട രീതി ചുമക്കും. ചുമക്കേണ്ട രീതി ചുമക്കും. ഈ ചിലർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം എന്തോ അറിയാം? എനിക്ക് ഇത് വിട്ട് വേറെ ഒരു കാര്യമില്ല. പണ്ടെല്ലാം പറഞ്ഞാൽ ചില വ്യക്തിബന്ധങ്ങൾക്ക് വില കൊടുക്കുക. വ്യക്തിബന്ധം. ഞാൻ ഇന്ന് വ്യക്തിബന്ധങ്ങൾക്കല്ല വില കൊടുക്കുന്നത്. ഇതാ, ഇതിനും അതുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഞാൻ വില കൊടുക്കും. അതുകൊണ്ട് എന്നോട് എന്ത് ചെയ്യുക? ദേഷ്യവും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ, ഞങ്ങളും വലിയ പ്രാർത്ഥനയ്ക്ക് പോകുന്നവരാ, ഞങ്ങളും പ്രാർത്ഥിക്കുന്നവരാ, ഞങ്ങളും വലിയ ശുശ്രൂഷ ചെയ്യണം. അന്നത്തെ നിയന്ത്രണം ഞങ്ങളെ ഏറ്റെടുക്കുക. നിങ്ങളെ പോകുന്ന രീതിയല്ല എന്റെ റൂട്ട്. നിങ്ങൾക്ക് പലതിനകത്തും ആരുമായിട്ട് വ്യവസ്ഥയില്ല. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്, നിങ്ങളുടെ വ്യക്തിബന്ധം അനുസരിച്ച്, നിങ്ങളെ ഉയർച്ചയ്ക്ക് നന്മയ്ക്ക് വേണ്ടിയാ ഇത് ചേർത്തോണ്ട് പോകുന്നത്. അതുപോലല്ല ഞാൻ പോകുന്നത് ഇതുണ്ടെങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന ബോധ്യത്തിലാണ് പോകുന്നത്. കാര്യം ഇതില്ലെങ്കിൽ ഞാനും ഇല്ല. ആ രീതിയിലാണ് പോകുന്നത്. കാര്യം ഇതിൽ പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പലർക്കും എന്നോട് എന്ത് ചെയ്യുന്നത്? വ്യക്തിപരമായി വിഷമമുള്ളത്, ദേഷ്യമുള്ളത്. സ്തോത്രം. വ്യക്തിപരമായി ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ദൈവമക്കളെ. ഇത് പ്രസംഗിക്കാനുള്ള കാര്യമല്ല, ഇത് പറയുവാനുള്ള കാര്യമല്ല, ഇത് പ്രവർത്തിക്കാനുള്ള കാര്യമാണ്, ഇത് ജീവിക്കാനുള്ള കാര്യമാണ്. അതുകൊണ്ടാ പറഞ്ഞേ, രാപ്പകൽ ന്യായപ്രമാണത്തെ ദാനിക്കുന്നവന്റെ പേരാണ് ഭാഗ്യവാൻ. 2 നില വീട് കിട്ടിയതാണോ ഭാഗ്യം? കാർ കിട്ടിയതാണോ ഭാഗ്യം? ജോലി കിട്ടിയതാണോ ഭാഗ്യം? സമ്പത്ത് കിട്ടുന്നതാണോ ഭാഗ്യം? ഇതൊന്നുമല്ല ഭാഗ്യം. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ദൈവം പറയുക, ദൈവവചനവുമായി ആഴമായി ബന്ധപ്പെട്ട് ദൈവവചനമായി ജീവിക്കുന്നവനാണ്. കർത്താവിന്റെ വചനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവന് ഭാഗ്യം. അവനെ തൊടാൻ പറ്റത്തില്ല. അവൻ എവിടെ ഇരുന്നതാ? അവൻ അടിസ്ഥാനമിട്ട് വീട് പണിതവനാണ്. അവനെ തൊടാൻ പറ്റത്തില്ല. ഒരു കാറ്റിനോ മഴയ്ക്കോ ഒരു വാക്കിനോ ഒരു നിന്ദയ്ക്കോ പരിഹാസത്തിനോ ഒരു മുൻവിധിക്കോ ഒരു അപമാനത്തിനോ ഒരു ലോകത്തിന്റെ ദുഷ്ടമായ ഒരു പദ്ധതിക്കോ അവനെ തൊടാൻ പറ്റത്തില്ല. ഒരു പാപത്തിനോ അവനെ തൊടാൻ പറ്റത്തില്ല. കാര്യം എന്തുവാ? അവൻ ദൈവത്താൽ അടിസ്ഥാനമിട്ട് പണിതവനാ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, സ്തോത്രമാലെ പാതാള ഗോപുരം ജയിക്കുകയില്ല എന്ന് പറഞ്ഞ ലോകത്തിൽ ഒരു ശക്തിക്കും അവനെ ജയിക്കാൻ പറ്റത്തില്ല. കർത്താവ് ഒരുവനെ ഉയർത്താൻ തുടങ്ങിയാൽ, കർത്താവ് ഒരുവനെ മാനിക്കാൻ തുടങ്ങിയാൽ, കർത്താവ് ഒരുവനെ മേൽ അനുഗ്രഹം ചൊരിയാൻ തുടങ്ങിയാൽ അവനെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ശക്തിക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജയിക്കാൻ. പാതാള ഗോപുരം എന്ന് പറഞ്ഞാൽ താഴെ മേട് വരെ മറ്റുള്ളത് ഒന്നിനും അവനെ തൊടാൻ പറ്റത്തില്ല. അതിനു മേലില്ല അവൻ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുതൽ, ആ കർത്താവിന്റെ മഹത്വം. അടുത്ത വാക്യോട് വായിക്കാം. കണ്ടോ? അപ്പൊ വടിയും കോലും ഉണ്ട് കേട്ടോ. ദൈവസേനയെ ആരാധിക്കുമ്പോൾ എന്നുണ്ട് വടിയും കോലിന്റെ അർത്ഥം എന്തോ? പൊട്ടെല്ലാം തരുന്നു. നീ കർത്താവിന്റെ സന്നിധിയിൽ കൂടെ കർത്താവിനെ ഇറങ്ങി പോയാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എത്തി 2 കൊട്ടെല്ലാം തരും. കൊട്ടെല്ലാം തരും.
ഒരു വടി അവിടെ വിളിച്ചിട്ടുണ്ട്, കോല് വെച്ചിട്ടുണ്ട്. ആടിന് കോല് എന്തിനു വേണ്ടി? ചായച്ചു കൊടുക്കാൻ. പക്ഷെ ആ കോല് വെച്ച് എന്ത് കിട്ടും? ആ റൂട്ട് മാറിയാൽ എന്ത് ചെയ്യും? പൊട്ടും. എന്നിട്ട് പറയാ അതും ആശ്വാസത്തിനാണ്. വടിയും കോലും നിന്നെ എന്ത് ചെയ്യും? ആശ്വസിപ്പിക്കും. കാര്യം പാവത്തിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി രണ്ട് കൊട്ടു കൊട്ടിയിട്ട് യഥാർത്ഥ വാതിൽ കൂടെ കൊണ്ടുപോയിട്ട് ഈ വടിയും കോലും നിനക്ക് സുരക്ഷിതരായിട്ട് നിർത്തും. നിന്നെ തൊടാൻ ആരെ തൊടാൻ സമ്മതിക്കത്തില്ല, ശത്രുവിന് നിന്നെ തൊടാൻ സമ്മതിക്കത്തില്ല. അപ്പൊ വടിയും കോലും എല്ലാം വേണം, ഇടയ്ക്ക് രണ്ടടിയെല്ലാം കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്ര പ്രാർത്ഥിക്കുന്നവരായാലും ചില പ്രതികൂലം എല്ലാം വരണം ഇടയ്ക്ക്. ചില രോഗം വരണം, ചില സാമ്പത്തിക വിഷയം വരണം, ചില കുടുംബ വിഷയം വരണം. എങ്കിലെല്ലാമേ ദൈവം ഇത്രയും നാളും എന്റെ കുടുംബത്തെ പോറ്റിയത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ദൈവം കരുതിയത് മനസ്സിലാക്കാൻ പറ്റും. സ്തോത്രം. ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട്, എന്ത് കർത്താവേ ഈ സാമ്പത്തിക പ്രതിസന്ധികൾ പലപ്പോഴും വരുന്നത്? അപ്പോഴും ഞാൻ പലപ്പോഴും ദൈവത്തോട് ഒരു കാര്യത്തിൽ നന്ദി പറയാറുണ്ട്. കാര്യം എന്തുവാ? ഇത് വന്നാലേ ചില വിഷയത്തിനകത്ത് എന്ത് ചെയ്യത്തില്ലോ, മുഴങ്കാലം അടക്കത്തുള്ളൂ. അല്ലെ നമ്മൾ എന്ത് ചെയ്യും? അഹങ്കാരിയായി പോകും. എല്ലാം ദൈവം എപ്പോഴും അങ്ങ് നന്നുകൊണ്ടിരുന്ന എന്ത് ചെയ്യും? അഹങ്കാരിയാവും. വടിയും കോലും ഉണ്ട്. ചില മാറിക്കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് എന്ത് ചെയ്യും? അടിയുണ്ട്. അടുത്തത്, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കഷ്ടവും പ്രയാസവും അടി മാത്രമല്ല, നിന്നെ ദൈവത്തിന്റെ അഭിഷേകം ചെയ്തിരിക്കുക. എന്തുവാണ്? ദൈവത്തിന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുക. നിന്റെ മുഖം വാടാൻ ആര് സമ്മതിക്കത്തില്ല? സമ്മതിക്കത്തില്ല. നീ എപ്പോഴും ഊർജ്ജമുള്ളവനാ, എപ്പോഴും നീ സന്തോഷമുള്ളവനാ. നിന്നെ നോക്കുന്ന നിന്റെ ഭവനത്തിനകത്ത് നിന്നെ നോക്കുന്ന ശത്രു നോക്കിക്കൊണ്ടിരിക്കുമ്പോ നീ ഒന്നിനും കുറവില്ല. നിന്റെ കുടുംബത്തിനകത്ത് പ്രതികൂലം വരുന്നു, പ്രയാസം വരുന്നു, പക്ഷെ അവിടെ ഒന്നും നീ വീണ് പോകുന്നില്ല. നീ അപ്പോഴും സന്തോഷമാണ്. കാര്യം എന്തുവാ? നിന്റെ തലയെ ദൈവം അഭിഷേകം ചെയ്തേക്കോ, എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തേക്കോ. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം ദൈവമക്കളെ, നമ്മളെ ഭവനത്തിനകത്ത് രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പോൾ ഒരാളെ വിളിച്ച് പറയാം ഞാൻ അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരുക്കം ഇല്ലേ? അത് വന്നിട്ട് പോകും എന്നല്ല. എന്ത് ചെയ്യും? നമ്മളോട് വീടിനകത്ത് ഒന്ന് എന്ത് ചെയ്യും? തൂത്ത് ഒന്ന് വൃത്തിയാക്കി നമ്മൾ ഒന്ന് എന്ത് ചെയ്യും? ഒന്ന് ഒരുങ്ങി അല്ലേ? ഒന്ന് ടിപ്പായി. സ്തോത്രം. ഷർട്ടൊന്നും ഇടാത്ത അച്ചായമാരുണ്ടെങ്കിൽ ഷർട്ടെല്ലാം ഒന്ന് എടുത്തിട്ട് ഒരു വെഞ്ഞനെല്ലാം എടുത്തിട്ട് ഒരു സ്പ്രേ എല്ലാം അടിച്ച് വെള്ളം നിൽക്കും. എന്തുവാ? വരുന്ന ഗസ്റ്റിനെ ചിലപ്പോ ഒന്നും പറയാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഷർട്ട് ഇടാതിരിക്കുന്ന അച്ഛനായിരിക്കും. പക്ഷെ വരും അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതേപോലെ ക്രിസ്തുവിനെ ഏറ്റെടുത്ത ദൈവമക്കൾക്ക് എപ്പോഴും ഒരു ഒരുക്കം ഉണ്ടായി. മണവാളൻ എപ്പം വേണമെങ്കിലും വരാം, മണവാളൻ എപ്പം വേണമെങ്കിലും വരാം, മണവാളിനോടൊപ്പം എനിക്ക് പോവുകയും വേണം. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഒരു ലോകത്തിന്റെ ഒരു ദുഷ്ടശക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തൊടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒരു വാക്യത്തിനകത്ത് പറഞ്ഞത്, രാപ്പകൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ധാരിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവവചനവുമായി ബന്ധപ്പെട്ട് ദൈവവചനപ്രകാരം പ്രാർത്ഥനയ്ക്ക് മുഖ്യസ്ഥാനം കൊടുത്ത് പോകുന്ന ഒരു ദൈവപൈതലിനെ ആർക്ക് തൊടാൻ പറ്റത്തില്ല? ഒരു ശത്രുവിന് തൊടാൻ പറ്റത്തില്ല. പ്രതികൂലം പ്രയാസമെല്ലാം വരും, പക്ഷേ ദൈവത്തിന്റെ ന്യായപ്രമാണം ഉണ്ടെങ്കിൽ അതിനെന്തി ജയിച്ചുകൊണ്ടിരിക്കും, പ്രാർത്ഥന ജയിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഓരോ സന്ധ്യയിലും നമ്മൾ ജയിച്ചുകൊണ്ടായിരിക്കുന്നത്. ഓരോ സന്ധ്യകളിലും വരുമ്പോഴും ഓരോ പ്രതികൂലത്തെ ഓരോ ആഴ്ചകളും നമ്മൾ ജയിച്ചുകൊണ്ടായിരിക്കുന്നത്, ഇല്ലയോ? വീട് പോയെന്ന് പറയുന്നിടത്തും നല്ല എഴുന്നേറ്റ് കൊണ്ടുവരുന്നത് ദൈവം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേ ഓർത്തോണം, പ്രതികൂലത്തെ ജയിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ്? ന്യായപ്രമാണം നമ്മുടെ ഉള്ളത്തിനകത്ത് കിടക്കുന്നതുകൊണ്ട്, വചനം ഉള്ളത്തിനകത്ത് കിടക്കുന്നതുകൊണ്ട്. അതേപോലെ നമ്മളൊരു ഭവനത്തിനകത്ത് ഒരാൾ വരുമ്പോൾ നമ്മൾ ഒരുങ്ങിയിരിക്കുന്നത് പോലെ എപ്പോഴും എന്ത് ചെയ്യണം? ഒരുങ്ങിയിരുന്നോണം, ദൈവത്തിന്റെ ശബ്ദവുമായിട്ട് ഒരുങ്ങിയിരുന്നോണം. എങ്കിലേ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് പ്രാപിച്ചെടുക്കണം. അതിനെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവം ഒരു അനുഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ അനുഗ്രഹം തന്നിരിക്കും. നമ്മൾ ഒരുക്കപ്പെടുന്നവരെയും ദൈവം കൊണ്ടുപോകും. ഒരുക്കപ്പെട്ട് കഴിയുമ്പോഴേ കണ്ണടച്ച് തുറക്കുന്നത് പോലെ ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മളെ മേൽ എന്ത് ചെയ്യും? തുറക്കത്തില്ല. നന്മ ഒരുക്കിത്തരും, അനുഗ്രഹം ഒരുക്കിത്തരും, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കും. അടുത്തതൊന്ന് വായിക്കാം. എന്റെ പാനപാത്രത്തിന് കാര്യമില്ല, നിറഞ്ഞു കവിയുന്നു, അനുഗ്രഹങ്ങൾ നിറഞ്ഞു കഴിയുന്നു, നന്മയും കരുണയ്ക്കും എന്തില്ല? അറുതിയില്ല. ദൈവം എന്ത് ചെയ്യുക? വാരിപ്പോയി തന്നു. അപ്പൊ ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ കൈവിടൂ, ഉപേക്ഷിക്കൂ. യഹോവ എന്റെ ഇടയനാകുന്നെങ്കിൽ എനിക്കൊന്നിനും ചില ദൈവദാസന്മാര് പറയും ഈ വാക്യം എന്നും ഒരു 3-4 വട്ടം വായിക്കണം. എന്നും 3-4 വട്ടമല്ല, എല്ലാ ബന്ധുക്കോസ്തർക്കും കാണാതറിയാവുന്ന വാക്യം.
കാണാതറിയാവുന്ന വാക്യം, കുഞ്ഞുങ്ങൾക്ക് അറിയാവുന്ന വാക്യം. കാര്യം എന്തുവാ? നമ്മളെ ബലപ്പെടുത്തുന്ന വാക്യം. ഈ വാക്യത്തിനകത്ത് നേരത്തെ പറഞ്ഞ ഭാഗത്തിലേക്ക് വരുമ്പോൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴി നിൽക്കാതെയും പരിഹാസ്യയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ രാപ്പുകൾ ദാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തിനെ എഴുതി ചേരാതെ, ലോകത്തിന്റെ വാക്കിന് അടിമയാവാതെ, ലോകത്തെ നോക്കാതെ ദൈവത്തെ നോക്കി ഓടിക്കഴിഞ്ഞാൽ നിശ്ചയമായി ആ ദൈവത്തിന്റെ അനുഗ്രഹവും അത്ഭുതങ്ങളും അടയാളങ്ങളും ആർക്ക് പ്രാപിക്കാൻ പറ്റും? നമുക്ക് പ്രാപിക്കാൻ പറ്റും. ഇനി ഒരു കാര്യം ഞാൻ പറയാം. ദൈവമക്കൾ എന്ന് പറയുന്ന ദൈവഭവനത്തിനകത്ത് എന്നും എന്തേ ഉണ്ടാവത്തുള്ളൂ? സ്വസ്ഥത ഉണ്ടാവും. അവിടെ പോസ്റ്റിന്റെ ആത്മാവ് ജയിക്കത്തില്ല. ഒരു പോസ്റ്റും അവിടെ ജയിക്കത്തില്ല. അവിടെ എന്തേ ഉണ്ടാവത്തുള്ളൂ? സമാധാനം, സ്വസ്ഥത ഉണ്ടാവത്തുള്ളൂ. കാരണം എന്തുവാ? അവിടെ യേശു ക്രിസ്തു ആ ഭവനത്തിനകത്ത് ജീവിക്കുന്നു, ആ വ്യക്തിയുടെ മേൽ ജീവിക്കുന്നു. അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പാപം ചെയ്യുവാൻ പറ്റത്തില്ല. ഇന്ന് പ്രിയ ദൈവമക്കളെ, മരണത്തിന്റെ വഴിയിലായാലും മരണത്തിന്റെ കൂരിൽ വഴി ഇരുട്ടിൽ കൂടായാലും പ്രതികൂലത്തിൽ കൂടായാലും എന്നെ ഒരു ശത്രുവിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തൊടുവാൻ കഴിയത്തില്ല. ഇത് പകല് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക. ഏത് വിഷയമാവട്ടെ, ഇന്ന് പകല് ഞാൻ ദൈവത്തിന്റെ ദൂതായിട്ട് പറയുക. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാൻ കർത്താവിന് പ്രാധാന്യപ്പെട്ടവനാണ്. എന്റെ കുടുംബം കർത്താവിന് പ്രാധാന്യപ്പെട്ടതാണ്. എന്റെ തലമുറ കർത്താവിന് പ്രാധാന്യപ്പെടുത്തുക. മടുത്തു പോകാതെ അപ്രകാരം പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഇന്ന് പകല് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുക. ഒരു ശത്രുവിന്റെ പ്ലാനിനോ ഒരു പദ്ധതികൾക്കോ നിന്ദകൾക്കോ അപമാനത്തിനോ നിന്നെ തൊടുവാൻ കഴിയത്തില്ല എന്ന് പകല് വിശ്വസിക്കുക. എന്ന് പകലമോട്ട് ആ ദൈവത്തിന്റെ വാഗ്ദത്തം ഇന്ന് പകല് വെളിപ്പെടാട്ടെ. ആ ദൈവത്തിന്റെ ദൂരിന്റെ പകല് വെളിപ്പെടാട്ടെ. ആ ദൈവത്തിന്റെ സന്തോഷം എന്ന് വെളിപ്പെടാട്ടെ. അത്ഭുതം വെളിപ്പെടാട്ടെ. അത്ഭുതം. ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടാത്തപ്പോ വലിയ മറുപടിയോടെ ഓരോ കുടുംബത്തിനകത്തുള്ള പ്രതികൂല വഴിയട്ടെ, അപാരങ്ങൾ മാറട്ടെ, അപസത്യങ്ങൾ മാറട്ടെ. ഇന്ന് പകൽ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിയാവട്ടെ. കർത്താവിന് പ്രാധാന്യപ്പെട്ടവരാ, എന്റെ യേശുവിന് പ്രാധാന്യപ്പെട്ടവരാ, എന്റെ യേശുവിന് പ്രാധാന്യപ്പെട്ടവരാ. ഇന്ന് വാഗ്ദത്തം കൊണ്ട് നിവർത്തിയാവട്ടെ, ദൂതം കൊണ്ട് നിവർത്തിയാവട്ടെ, ദൈവം കൊണ്ട് നിവർത്തിയാവട്ടെ. ഓരോ കുടുംബത്തിനകത്ത് വേദിക്കണമേ. ഞാൻ ഇന്ന് പകല് ഇവിടെ കടന്നു വന്നപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നി. ഒരു 7:30 കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ഇവിടെ വന്ന് തുറക്കുമ്പോൾ സ്തോത്രം അഭിജിത്തിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. സ്തോത്രം. കാര്യം എന്തുവാ? 3 ദിവസം ഉറക്കൊളിക്കാതെ ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് രാത്രി കയറി
എറണാകുളത്ത് നിന്ന് ഇവിടം വരെ ആരാധനയ്ക്ക് വന്ന് ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോകുന്നു. കഴിഞ്ഞ ആഴ്ച ഇവിടെ പ്രാർത്ഥിച്ചത്. സ്തോത്രം. നമ്മളെ കുഞ്ഞുങ്ങൾ, നമ്മളെ ദൂരെ ജോലി ചെയ്യുന്നവരെല്ലാം സൺഡേ കടന്നു വരുവാൻ കഴിയണം. ഒരു സൺഡേ പോലും മുടങ്ങാൻ ഇടവരുത്തല്ലേ. അവരുടെ ജീവിതത്തിനകത്ത് അതിനുള്ള വഴി തുറക്കണം, സാഹചര്യം ഒരുക്കണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ ആര് തുറക്കും? ദൈവം തുറക്കും. അത് അവർക്ക് നന്മയായി തീരും, അനുഗ്രഹമായി തീരും. സ്തോത്രം. അയ്യോ വേണ്ട, ഞായറാഴ്ച എനിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങിയേ പറ്റൂ, എനിക്ക് ജോലിയുണ്ട്, രാത്രി ഡ്യൂട്ടിയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ സ്തോത്രം എനിക്ക് വരാൻ പറ്റത്തില്ല. അല്ല, എനിക്ക് ആരാധിക്കാൻ വരണം. ആ തീക്ഷ്ണത ഉള്ളതുകൊണ്ടാണ് രാത്രി ഉറങ്ങാതെ 3 മണിക്ക് ട്രെയിൻ കയറി ഇവിടെ വരണമെങ്കിൽ അതീക്ഷ്ണതയുള്ളത് കൊണ്ട്. സ്തോത്രം. ഇന്ന് സഭയ്ക്കകത്ത് ദൈവസന്നിധിക്ക് നമ്മൾ വില കൊടുക്കുന്ന അനുസരിച്ച് ആരനുഗ്രഹിക്കും? കർത്താവ് അനുഗ്രഹിക്കും. സ്തോത്രം. നമ്മൾ ഇന്ന് കേട്ട ദൈവത്തിന്റെ വചനം നോക്കിക്കോ ദൈവമക്കളെ. ദൈവത്തിന്റെ ന്യായപ്രമാണം ധ്യാനിക്കുന്നവൻ, രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. 2 പറയുന്നു, യഹോവ എന്നില്ല നിനക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവജനം വിശ്വാസത്തോടെ ഇന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക പൂർണ്ണ ഹൃദയത്തോടെ ഇന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, എൻ്റെ യേശു എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഒന്നിനെ കുറിച്ച് എന്തില്ല, ഭയപ്പെടത്തില്ല. എന്നെ യേശു എൻ്റെ പക്ഷത്തുണ്ട്. ദൈവത്തിന്റെ ഓരോ വിഷയങ്ങൾ വലുതാണ്. ഓരോരുത്തരും ദൈവസ്ഥലിലേക്ക് ആ വിഷയങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഏൽപ്പിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഏൽപ്പിക്കുക. എന്റെ വിഷയങ്ങളെല്ലാം വലുതാണ് കർത്താവേ, എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് കർത്താവേ. ദൈവമേ, പലതിനും എനിക്ക് മറുപടിയില്ലാതിരിക്കുക. ഇന്ന് പകൽ എന്റെ ആവശ്യങ്ങളെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിക്കുക. എന്റെ ആവശ്യങ്ങളെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിക്കുക. എന്റെ ഹൃദയത്തിന്റെ വേദനകളെ ഇന്ന് പകൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോട് ദൈവസ്ഥനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക, ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക, ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ എന്നോട് ദൈവത്തിന്റെ ദയ ഉണ്ടാവട്ടെ. ഇന്ന് പകൽ എന്നോട് ദൈവത്തിന്റെ മനസ്സറിയട്ടെ. ഇന്ന് പകൽ എന്നോട് ദൈവത്തിന്റെ ദയ ഉണ്ടാവട്ടെ. ഞാൻ കർത്താവിന് പ്രാധാന്യപ്പെട്ടവനാ, ഞാൻ കർത്താവിന് പ്രാധാന്യപ്പെട്ടവനാ. കർത്താവിനെ വിളിച്ച് വേർതിരിച്ച് കർത്താവിനെ പ്രാധാന്യപ്പെട്ടവനാ, കർത്താവിന് ഞാൻ പ്രാധാന്യപ്പെട്ടവനാ. ഞാൻ ദൈവത്താൽ അനുഗ്രഹപ്പെട്ടവനാ, ഞാൻ ദൈവത്താൽ അനുഗ്രഹപ്പെട്ടവനാ. ഇന്ന് പകൽ പൂർണ്ണ ഹൃദയത്തോടൊന്ന് പ്രാർത്ഥിക്കുക, പൂർണ്ണ ഹൃദയത്തോടൊന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഒരിക്കലും ശപിക്കപ്പെട്ടവനല്ല, ഞാൻ ഒരിക്കലും അനുഗ്രഹം പ്രാപിക്കാതെ കിടക്കത്തില്ല. ഞാൻ അനുഗ്രഹം പ്രാപിക്കും, ഞാൻ അനുഗ്രഹം പ്രാപിക്കും. എന്റെ ദൈവം എന്റെ ശാപം മാറ്റിയതാ, എന്റെ ദൈവം എന്റെ പാപത്തെ ക്ഷമിച്ചതാ, എന്റെ കുറവുകളെ ക്ഷമിച്ചതാ, എന്റെ ബലഹീനങ്ങളെ ക്ഷമിച്ചതാ, എന്റെ തെറ്റുകളെ ക്ഷമിച്ചതാ. ഇന്ന് പകൽ ഞാൻ ദൈവത്തിന് പ്രാപിക്കാൻ പോവുക. ഇന്ന് എന്റെ വിഷയത്തിനകത്ത് ദൈവം മറുപടി തരാൻ പോവുക. എന്റെ കുടുംബത്തിനകത്ത് ദൈവം മറുപടി തരാൻ പോവുക. തലമുറയിൽ മറുപടി തരാൻ പോവുക. തലമുറയുടെ വിഷയത്തിനകത്ത് മറുപടി തരാൻ പോവുക. ജോലി കാര്യത്തിനകത്ത് മറുപടി തരാൻ പോവുക. നന്മ കാര്യത്തിനകത്ത് മറുപടി തരാൻ പോവുക. രോഗബാധ കഴിഞ്ഞു മാറാൻ പോവുക. ശരീരത്തിനകത്ത് കുടുംബത്തിനകത്ത് രോഗങ്ങൾ ബാധകൾ ഒഴിയാൻ പോവുക. ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടാൻ പോവുക. ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടാൻ പോവുക. ഓ ശബകമന ദിഗനദിഗമന ഋതമന രിതന അസ്തമരകമന രിതമന രിതന. ഇന്ന് പകല ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിയാവട്ടെ. ഇന്ന് പകല ദൈവത്തിന്റെ ദൂത് നിവർത്തിയാവട്ടെ. കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവമക്കളെ ദൈവം തൊടട്ടെ. ദൈവജനത്തെ ദൈവം തൊടട്ടെ. ദൈവജനത്തെ ദൈവം തൊടട്ടെ. ഓരോ കുടുംബത്തെ ദൈവം തൊടട്ടെ. കുഞ്ഞുങ്ങളെ ദൈവം തൊടട്ടെ. സഭയ്ക്കകത്ത് ദൈവശക്തി ഇറങ്ങട്ടെ. ആ സഭയ്ക്കകത്ത് ദൈവശക്തി ഇറങ്ങട്ടെ. ഓരോരുത്തരുടെ വിശ്വാസം ഇരട്ടിയാവട്ടെ. ഓരോരുത്തരുടെ അനുഗ്രഹം ഇരട്ടിയാവട്ടെ. ഇന്ന് പകൽ അനുഗ്രഹത്തോടെ മടങ്ങണം. ഇന്ന് പകൽ അനുഗ്രഹത്തോടെ മടങ്ങണം. ഇന്ന് പകൽ അനുഗ്രഹത്തോടെ മടങ്ങണം. സംതിങ് സ്പെഷ്യലാണ്. ഇന്ന് പകൽ ചെന്ന് പ്രാപിക്കണം. ദൈവത്തിൽ നിന്ന് പകൽ പ്രാപിക്കണം. ദൈവത്തിൽ നിന്ന് പകൽ പ്രാപിക്കണം. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ല. ഇന്ന് പകൽ യേശുവിന്റെ മറുപടി വെളിപ്പെടണം. ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിയാവട്ടെ. എനിക്ക് കിട്ടുന്ന നന്മകൾ തടഞ്ഞിരിക്കുന്ന പൈശാചിക ശക്തികളും അഴിഞ്ഞു മാറട്ടെ. എല്ലാ പ്രതികൂലങ്ങളും അഴിഞ്ഞു മാറട്ടെ. എന്റെ യേശുവിനെ ഞാൻ പ്രാധാന്യപ്പെട്ടവരാ. എന്റെ യേശു എനിക്കായി വഴി തുറക്കുക. എനിക്ക് എന്റെ യേശു എനിക്കായി നന്മ തുറക്കുക. എന്റെ യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക. ഇന്ന് പകൽ കൈമാറട്ടെ. രോഗസൗഖ്യങ്ങൾ കൈമാറട്ടെ. വിടുതലുകൾ കൈമാറട്ടെ. അത്ഭുതങ്ങൾ കൈമാറട്ടെ. എല്ലാ വാതിലുകളും തുറക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന് ഇറങ്ങി വരേണ്ടപ്പാ. അവയോട് കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകും.